بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അനുഗ്രഹീതമായ ഈ സദസ്സിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്നത് പാരത്രിക ലോകത്ത് നമുക്കേവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പുറത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ചേർത്ത് ശോഭനമായ അന്ത്യം, ഹസനുൽ ഖാത്തിമത്ത് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മയും മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സ്നേഹജനങ്ങൾ, ശിഷ്യഗണങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് ഒരു ജീവിതം കൊണ്ട് വ്യക്തി ഒരു സമുദായമാണ് എന്ന് അടയാളപ്പെടുത്തിയ മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ വഴിയിൽ അറിവുകൊണ്ടും ആത്മീയത കൊണ്ടും സമുദായ സേവനം കൊണ്ടും എല്ലാത്തിലും ഉപരിയായി സയ്യിദുൽ വജൂദി വൽ കായിനാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ പാരമ്പര്യം കൊണ്ടും ലക്ഷക്കണക്കിന് ഹൃദയങ്ങളിൽ വെളിച്ചം പരത്തിയ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ടാണ്. പവിത്രമായ മദീനയിലെ അൽ മദീനത്തുൽ മുനവ്വറ വഅലാ സ്വാഹിബിഹ സ്വലാത്തു വത്തസ്ലീം മെഹ്റാബിൽ ഓരോ നിസ്കാരം നടക്കുമ്പോഴും ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ വഖ്തുകളിലും ജമാഅത്ത് നടക്കുമ്പോഴും ആ മസ്ജിദിനോട് ചേർന്ന് അതിൻ്റെ ഭാഗമായി ലോകഗുരുവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്നുണ്ട്. അതേ പാത പിൻപറ്റി ജീവിതത്തിലെ ഏറ്റവും ആരോഗ്യവും ഊർജവുമുള്ള കാലത്ത് പടുത്തുയർത്തിയ പള്ളിയുടെ മെഹ്റാബിനു ചാരെ ഒരുപാട് ഹസനാത്തുകളുടെ സാക്ഷിയായി 1000 വിശ്വാസികളുടെ ആത്മീയ സന്തോഷമായി ബഹുമാന്യരായ സയ്യിദ് അവറുകൾ അവിടുത്തെ കർമ്മഭൂമിയിൽ ഒരുപാട് രാവുകൾ തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്ത മുസല്ലയോട് ചേർന്ന് വിശ്രമിക്കുകയാണ്. അല്ലാഹു തആല അവിടുത്തെ പാരത്രിക പദവികൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ പ്രിയപ്പെട്ട മകൻ അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഖാരി തങ്ങളവറുകൾ, അവിടുത്തെ മരുമകൻ സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി, അതുപോലെ സയ്യിദ് സുഹൈൽ അസ്സഖാഫ് ഹഫിളഹുമുല്ലാഹു വറആഹും, അവരും സഹപ്രവർത്തകരും വളരെ മനോഹരമായി ആദരണീയരായ പിതാവ് കാഴ്ചവെച്ച കർമ്മങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് നയിക്കുകയാണ്.
അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കോടിക്കണക്കിന് സ്വലാത്ത് വർഷിച്ച ഒരു നഗരിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. പതിറ്റാണ്ടുകളായി എല്ലാ മാസവും ആയിരക്കണക്കിന് ആളുകൾ എത്രയോ തവണ സ്വലാത്ത് ദിക്റുകൾ ചൊല്ലിയ ഒരു മജ്ലിസിൽ, ഒരു ഭൂവിടത്തിൽ മഹത്തുക്കളായ സാദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും സാരഥ്യത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയുന്നു എന്നത് വലിയ ഒരു സൗഭാഗ്യമാണ്. ഹബീബുനാ വ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് വർദ്ധിക്കാനും അവിടുത്തെ തിരുചര്യകളെ അനുസരിച്ച് ജീവിക്കാനും ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ഏത് അമലുകളുടെയും അടിസ്ഥാനം അള്ളാഹുവിലേക്ക് ചേരുകയും അവൻ്റെ പ്രീതി കരസ്ഥമാക്കുകയും ചെയ്യുക എന്നതാണ്. അതിനാവശ്യമായ ആധികാരികവും പ്രാമാണികവുമായ സംസാരം ബഹുമാന്യരായ അഹ്സനി ഉസ്താദ് അവറുകൾ, അത്യാദരണീയരായ റഈസുൽ ഉലമാ ഉസ്താദ് അവറുകളുടെ പ്രിയപ്പെട്ട മകൻ നമുക്ക് പങ്കുവെച്ചു തന്നു. അല്ലാഹു തആല നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം ആഫിയത്തും സിഹത്തുമുള്ള ദീർഘായുസ്സു നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ അർത്ഥത്തിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവാധിപതിയായ അല്ലാഹു തആല നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഏറ്റവും സുപ്രധാനമായ ഒരാശയമാണ് വളരെ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഉസ്താദ് അവറുകൾ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചത്. ആ ഒരു നസീഹത്ത് മാത്രം മതി നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ വളർച്ചയ്ക്ക്, നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ പ്രീതിയിൽ വളർന്ന് വിജയിക്കാൻ, അത് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. അല്പസമയം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകിയ ഏറ്റവും മനോഹരമായ ജീവിത വഴിയാണ് പവിത്രമായ ഇസ്ലാം. ആ ഇസ്ലാമിനെ ശരിയായി ഉൾക്കൊള്ളാനും അനുഷ്ഠിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നാം എപ്പോഴാണോ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത്, അപ്പോഴെല്ലാം നമുക്ക് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. എപ്പോഴാണോ നമ്മൾ ആത്മീയമായ വിചാരങ്ങളിൽ നിന്ന് അന്യം നിൽക്കുന്നത്, അപ്പോഴെല്ലാം നമുക്ക് നഷ്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന മുഴുവൻ പ്രതാപങ്ങളുടെയും അഭിമാനങ്ങളുടെയും അടിസ്ഥാനം അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ടാണ് അല്ലാഹു തആല നമുക്ക് പ്രതാപം നൽകിയത്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ മുന്നിൽ ആ ഇസ്ലാമിനെ നമ്മൾ അന്യവൽക്കരിക്കരുത്. ആഗോളതലത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മെ ഓരോരുത്തരെയും ഗൗരവതരമായി ആലോചിപ്പിക്കാനുള്ളതാണ്. നാം ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും പല രാജ്യങ്ങളിലെയും മനുഷ്യർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. വർത്തമാനകാല രാഷ്ട്രീയ സമവാക്യങ്ങൾ മുസ്ലിം ലോകത്തോട് ഒരുപാട് വർത്തമാനങ്ങൾ വളരെ ഗൗരവതരമായി അറിയിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലേറെയായി പരിശുദ്ധമായ ഖുദ്സിൻ്റെ മക്കൾ, നിരപരാധികളായ ഫലസ്തീനികൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ ജീവന്റെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും മൂല്യമറിയാത്ത ആളുകൾ ഇന്ന് അവയെക്കുറിച്ച് സംസാരിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം എങ്ങനെയാണ് ലോകത്തെ മനോഹരമായ ഒരു ഉദ്യാനമാക്കിയത് എന്ന് ഏറ്റവും ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഫലസ്തീനിലെ നിരപരാധികളായ ലക്ഷത്തിൽ പരം ആളുകളെ ഇല്ലായ്മ ചെയ്ത പ്രത്യയശാസ്ത്രം ഏതാണ്? സ്വയം അധികാരവും അഭിമാനവുമുള്ള ഒരു രാഷ്ട്രവ്യവസ്ഥിതിയെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ അകാരണമായി ആക്രമിക്കുകയും
ആ അക്രമത്തിന് തിരിച്ചടിച്ചതിൻ്റെ പേരിൽ വീണ്ടും ആക്രമിക്കപ്പെട്ടവരെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സംഹിതയുടെ പേരെന്താണ്? ഇന്ന് ലോകത്ത് മുഴുവനും യുദ്ധക്കെടുതിയും ദുരന്തങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഹിത ഏതാണ്? പലപ്പോഴും യുദ്ധത്തിൻ്റെയും അക്രമങ്ങളുടെയും ഭീകരതയുടെയും മുമ്പിൽ ഇസ്ലാം മുസ്ലിം എന്ന് ചേർത്ത് വെക്കാൻ മീഡിയകൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇസ്ലാം എവിടെയാണ് അക്രമം ഉണ്ടാക്കിയത്? മുസ്ലിങ്ങൾ ചരിത്രത്തിലെ ഏത് ഘട്ടത്തിലാണ് അക്രമകാരികളായത്? മനോഹരമായി ഇസ്ലാം ലോകത്ത് ഒരു തെളിനീർ പോലെ പകർന്ന് ഒരു ധാര പോലെ ഒഴുകി ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തിച്ചേർന്നപ്പോൾ ധന്യമായ മുഹൂർത്തങ്ങളെ അല്ലാതെ എവിടെയാണ് കാലുഷ്യങ്ങളെയും കലാപങ്ങളെയും ഉണ്ടാക്കിയത്? കൃത്യമായി ലോകത്തോട് സംസാരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 1948 വരെ ജൂതന്മാർക്ക് ഒരു രാജ്യമുണ്ടായിരുന്നില്ല. ജൂതന്മാർക്ക് ഒരു രാജ്യം കൊടുക്കരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം വ്യവസ്ഥിതിക്കാണോ? അല്ല. ഇപ്പോൾ ജൂതന്മാർക്ക് വേണ്ടി പലപ്പോഴും ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന യൂറോപ്പ് പറഞ്ഞു ഇവർക്കൊരു രാജ്യം കൊടുക്കാൻ പറ്റില്ലെന്ന്. ഇവർക്കൊരു ഭൂയിടം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന്. കാരണം ജൂതന്മാരുടെ അടിസ്ഥാനപരമായ സ്വഭാവം അവർ സഹിഷ്ണുക്കളല്ല എന്നതായിരുന്നു. മാദാ ഖസറൽ ആലം ബിൻ ഹൈതാത്തുൽ മുസ്ലിമീൻ എന്ന രചനയിലൂടെ ആ കാലഘട്ടത്തിലെ അറബേതര രാഷ്ട്രീയ ചലനങ്ങളെ ചരിത്രകാരൻ അടയാളപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ജൂതന്മാരുടെ സ്വഭാവഗതിയായി രേഖപ്പെടുത്തിയത് അവർക്ക് രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളിൽ തീരെ മനസ്താപമില്ലാത്തവരാണ് എന്നാണ്. മനുഷ്യന്മാരെ കൊല ചെയ്തു കളയുന്നതിൽ യാതൊരു ദുഃഖവും വേദനയുമില്ലാത്ത ഒരു ജനതയാണ് എന്ന് ജൂതന്മാരെ കുറിച്ച് പറയുകയായിരുന്നു. എന്തിനേറെ ലോകഗുരുവായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വളരെ ശാന്തമായി കടന്നു വരികയും കാലങ്ങളായി പരസ്പരം യുദ്ധത്തിലേർപ്പെട്ടിരുന്ന രണ്ട് ഗോത്രങ്ങളെ ചേർന്നു നിൽക്കാനും ഉടപ്പിറപ്പിനേക്കാൾ സ്നേഹിക്കാനും പറ്റുന്ന ഉറ്റമിത്രങ്ങളാക്കി മാറ്റി. അൻസാറുകളും മുഹാജിറുകളുമായി ഔസും ഖസറജിനെയും ചേർത്ത് മക്കയിൽ നിന്ന് വന്നവരെയും മദീനയിലുണ്ടായിരുന്ന രണ്ട് ഗോത്രങ്ങളെയും അങ്ങനെ മനുഷ്യകുലത്തെ മുഴുവനും ഒരുമിച്ച് നിൽക്കാനുള്ള മനോഗതിയിലേക്ക് രൂപപ്പെടുത്തി കൊണ്ടുവന്നപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും വലിയ മാനുഷിക വിപ്ലവം നടത്തിയ ലോകഗുരുവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ഡസനിലേറെ പ്രാവശ്യം ചതിച്ച് കൊല ചെയ്തു കളയാൻ മദീനയിൽ ജൂതന്മാർ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം ചരിത്രങ്ങളിലുണ്ട്, എണ്ണിപ്പറയാൻ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചതിയിലൂടെ കൊല ചെയ്തു കളയാൻ ക്ഷണിച്ചു വരുത്തി അതിരിമുറിയിൽ ഇരിക്കുമ്പോൾ മുകളിൽ നിന്ന് കല്ലുരുട്ടി തലയിലേക്കിടാൻ വരെ ആതിഥ്യത്തിന് ക്ഷണിച്ചിട്ട് കല്ലുരുട്ടിയിട്ട് കൊന്നുകളയാൻ ഒരു മനുഷ്യന് സാധിക്കണമെങ്കിൽ അവരുടെ മനോഗതി എന്തായിരിക്കണം? ഇങ്ങനെയെല്ലാം ആയിരുന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുസ്ലിം ഭരണകൂടങ്ങളും ഖിലാഫത്തും ഉണ്ടായിരുന്ന കാലത്ത് ജൂതന്മാർ അനുഭവിച്ച ഒരു സ്വാതന്ത്ര്യവും സന്തോഷവും ലോകത്തൊരു ഭരണകൂടത്തിന്റെയും കീഴിൽ അവർ അനുഭവിച്ചിട്ടില്ല. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. മാദാ ഖസറൽ ആലമിൽ അബുൽ ഹസൻ അലി നദ്വി എന്ന ചരിത്രകാരൻ എഴുതിയത് അവരുടെ ഒരടിസ്ഥാന സ്വഭാവം അവർക്ക് രക്തരൂക്ഷിതമായ വിപ്ലവത്തിൽ തീരെ മനസ്താപമില്ലാത്തവരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ ഇസ്രയേലിന്റെ ഭരണാധികാരി ഫലസ്തീനിലെ മക്കൾക്കെതിരെ ആയുധവർഷം നടത്തിയപ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഭീകര കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ആക്രമണം നടത്തിയത്.
അവിടെയുള്ള പട്ടാളക്കാരോട്, ഇസ്രായേൽ സൈന്യത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ രാജ്യത്ത് നിന്ന് തീവ്രവാദവും ഭീകരവാദവും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ധർമ്മസമരത്തിനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നല്ല, മറിച്ച് അവിടെയുള്ള ഒരു കുരുന്നിനെയും വെറുതെ വിടാൻ പാടില്ല എന്നാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി പട്ടാളക്കാരോട് സംസാരിച്ചത്. കാരണം ആ രാജ്യം തന്നെ അവിഹിതമായി കിട്ടിയതാണ്. ലോകത്തെവിടെയും ഒരു ഭൂപ്രദേശമില്ലാതെ മുഴുവനും അലഞ്ഞു നടന്നിരുന്ന ഒരു ജനതയ്ക്ക് 1948 ഈ ഫലസ്തീനിൽ കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരന്റെ ആയുധം കാണിച്ച് ആ നാട്ടുകാരെ ഭയപ്പെടുത്തിയിട്ട് ആ രാഷ്ട്രത്തിന്റെ 60% ഭൂമി ജൂതന്മാർക്ക് വകവെച്ചു കൊടുക്കുകയായിരുന്നു. അടിസ്ഥാനപരമായി അത് ആരുടെ ഭൂമിയാണ്? അറബികളുടെ ഭൂമിയാണ്. അടിസ്ഥാനപരമായി അത് ആരുടെ ഭൂമിയാണ്? ഖുദ്സിന്റെ മക്കളുടേതാണ്. ബ്രിട്ടീഷുകാരൻ ഇന്ത്യ അടക്കം അടക്കി ഭരിച്ച് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ 1948 ഫലസ്തീനിൽ വന്ന് ഒരു നൂല് പിടിച്ചിട്ട് 60% ഭൂപ്രദേശം അവർ പതിച്ചു കൊടുക്കുകയായിരുന്നു ജൂതന്മാർക്ക്. അന്ന് അറബികൾ സഹിച്ചു, അവരതിനെ ഉൾക്കൊണ്ടു. കയറി കിടക്കാൻ ഇടമില്ലാത്തവരല്ലേ, കിടന്നുകൊള്ളട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കുക. ഏതോ ഒരാൾ പുറത്തു നിന്ന് വന്ന് മാരകായുധങ്ങൾ കാണിച്ചിട്ട് എവിടെ നിന്നോ ഉള്ള ആളുകളെ നമ്മുടെ വീട്ടിൽ കയറ്റിയിട്ട് ഇനി ഇവർ ഇവിടെ താമസിക്കട്ടെ, ഇത് ഇവരുടെ വീടാണ് എന്ന് പറഞ്ഞാൽ ലോകത്താരെങ്കിലും ഉൾക്കൊള്ളുമോ? പക്ഷേ മുസ്ലിങ്ങൾ അന്ന് അവരെ ആക്രമിക്കാൻ ഒരുങ്ങിയില്ല. അറബികൾ അവരെ ആട്ടിപ്പായിക്കാൻ ഒരുങ്ങിയില്ല. അവരവിടെ താമസിക്കട്ടെ എന്ന് വിചാരിച്ചു. അന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞു, അത് നീതിയല്ല എന്ന്. അതൊരിക്കലും ഈ ലോകത്തിന് സമാധാനം നൽകില്ല എന്ന് ദീർഘദൃഷ്ടിയോടെ അദ്ദേഹം എഴുതി. അതുപോലെ ജൂതന്മാരെ കുറിച്ച് എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ കാണാം, ഒരു ജൂതനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ലോകത്തിന് സമാധാനം ബാക്കിയുണ്ടാവില്ലെന്ന്. ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, വർത്തമാനത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ 60% ഭൂമിയും പതിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ മുതൽ അവർ അവരുടെ രാജ്യത്തെ സ്വപ്ന ഇസ്രായേലിനെ സ്ഥാപിക്കാൻ അന്ന് മുതൽ അഭയം കൊടുത്ത രാജ്യത്തിന്റെ ഭൂപ്രദേശത്തെയും ജനങ്ങളെയും ശല്യപ്പെടുത്താൻ തുടങ്ങി. ഈ കൂട്ടത്തിൽ ഫലസ്തീനിൽ പോയവരുണ്ടാകും, അവർ നേരിട്ട് കണ്ടിട്ടുണ്ടാകും. ഞങ്ങൾക്കും കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഫലസ്തീനികൾ താമസിക്കുന്ന സ്ഥലത്ത് കോൺക്രീറ്റ് മതിലുകൾ കൊണ്ടുവന്ന് സ്ഥാപിക്കും. അവരുദ്ദേശിച്ച ഒരു സ്ക്വയറിൽ അതിൻ്റെ ഉള്ളിലുള്ള ആളുകളെ മുഴുവനും ഭീഷണിപ്പെടുത്തി ഓടിക്കും. അവരെ തോട്ടയെറിഞ്ഞ് സ്വസ്ഥം കെടുത്തും. എന്നിട്ട് അതുകൂടി അവർ ഇസ്രായേലിലേക്ക് ചേർക്കും. സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരുപാട് ഗ്രാമങ്ങളെ അങ്ങനെ ക്രമേണയായി അവർ ആക്രമിച്ച് പിടിച്ചെടുത്തു. ഫലസ്തീനികൾക്ക് സ്വന്തമായി ഒരു രാജ്യം ഔദ്യോഗികമായി വകവെച്ചു കൊടുക്കാൻ ഇന്നും പലരും തയ്യാറായിട്ടില്ല. ആ പ്രമേയത്തിൽ ഒപ്പുവെക്കാൻ ലോകത്തുള്ള പല ശക്തികൾക്കും സന്നദ്ധതയില്ല. ഇന്നും ഫലസ്തീനിന് സ്വന്തമായി ഒരു സ്വതന്ത്ര സൈന്യമുണ്ടോ? ഇല്ല. എമിഗ്രേഷൻ ഉണ്ടോ? ഇല്ല. പൂർണ്ണ സ്വതന്ത്രമായ ഒരു അഡ്മിനിസ്ട്രേഷൻ സംവിധാനമുണ്ടോ? ഇല്ല. എന്നിട്ട് ആ രാജ്യത്തിനു നേരെ നിരന്തരമായി യുദ്ധം നടത്തി ആ രാജ്യത്തെ 10,000-കണക്കിന് കുരുന്നുകൾ നിലവിളിച്ചുകൊണ്ട് ലോകത്തോട് യാചിച്ചപ്പോൾ കരുത്തോടെ അവരെ പിടിച്ചുയർത്താനും അവർക്ക് സമാധാനം നൽകാനും പല ലോകരാഷ്ട്രങ്ങൾക്കും ശക്തികൾക്കും കഴിഞ്ഞില്ല. നമ്മളും നിസ്സഹായരായി കരയുകയാണ്. ഏതുവരെ എന്നറിയുമോ? ലോകത്തെവിടെയും തുല്യതയില്ലാത്ത ക്രൂരതയായിരുന്നു അവർ നടത്തിയത്. ഇസ്രയേലുകാർ ഫലസ്തീനിനു മേൽ നടത്തിയത്. ഹോസ്പിറ്റലിന് മേൽ നിരന്തരമായി ബോംബ് വർഷിച്ചുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലുകൾ ഒന്നും ഇനി അവിടെ ബാക്കിയില്ല. എത്രയോ നാളുകളായി ഒരു പൊതിയിൽ പോയിട്ട് ഒരു ബ്രെഡ് കിട്ടിയിട്ട് ഏതോ ഒരു ചാരിറ്റി സംഘടന കൊണ്ടുവന്ന ഭക്ഷണ വാഹനത്തിന്റെ അടുത്തേക്ക് ഓടിയെടുത്ത് കിട്ടുന്ന റൊട്ടി കഷ്ണം കഴിക്കാൻ വേണ്ടി കൈനീട്ടി കാത്തു നിൽക്കുമ്പോൾ അവിടെയും ബോംബ് വർഷിച്ചത് നമ്മൾ കണ്ടു. അവിടെ പൊട്ടിച്ചെറിച്ചു പോയത് കുരുന്നു മക്കളാണ്. അവിടെ ചിന്നിച്ചിതറിപ്പോയത് സ്ത്രീജനങ്ങളാണ്.
അവിടെ കൊല ചെയ്യപ്പെട്ടത് എല്ലാം നിരപരാധികളാണ്. എന്നിട്ടും ലോകത്ത് നീതിയുടെയും ന്യായത്തിന്റെയും അപ്പോസ്തലന്മാരാരും രംഗത്ത് വന്നില്ല. ഇങ്ങനെ ഫലസ്തീൻ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് സ്വതന്ത്രാധികാരമുള്ള ഇറാനിനുമേൽ ഇസ്രയേൽ ആയുധവർഷം നടത്തുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ വേദിയിൽ ഇത് പറയുന്നത്? ഇവിടെയുള്ള എല്ലാ പൗരന്മാർക്കും, വിശേഷിച്ചും നമുക്കും ചില അടിസ്ഥാന ബോധ്യങ്ങൾ ഉണ്ടാവണം. നിരപരാധിയായി അപ്പുറത്ത് നിന്ന ഇറാൻ എന്ന ഒരു സ്വതന്ത്ര രാജ്യത്തിനുമേൽ യാതൊരു പ്രകോപനവുമില്ലാതെ ആയുധവർഷം നടത്തുകയാണ് ഇസ്രയേൽ. എന്താണ് അവരുടെ ന്യായം? ഇസ്രയേൽ ഒരാണവ ശക്തിയാണ്, അമേരിക്ക ഒരാണവ ശക്തിയാണ്, ഫ്രാൻസ് ഒരാണവ ശക്തിയാണ്. അവരുടെ എല്ലാവരുടെയും കയ്യിലുള്ള ആണവായുധം സ്വതന്ത്രാധികാരമുള്ള ഇറാൻ വെച്ചുകൂടാ എന്ന് പറയാൻ നാളുകൾ കുറെയായി തുടങ്ങിയിട്ട്. അങ്ങനെ വർഷങ്ങളായി ആണവ ഉടമ്പടികൾ ഒമാനുമായി, ഇറാനുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒമാനിൽ നടക്കുന്ന സമ്മേളനത്തിലൂടെ ഇനി നിങ്ങൾ ഇറാൻ ഒരു ആണവ ശക്തിയായി മാറാൻ പാടില്ല എന്ന എഗ്രിമെന്റിൽ സൈൻ ചെയ്യിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം ഇറാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ആറ്റോമിക് പവർ ആയിട്ടില്ല, ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് ആറ്റോമിക് പവർ ആകാൻ വേണ്ടിയല്ല, ആണവ ശക്തിയാകുന്നതിന് വേണ്ടിയല്ല, ഞങ്ങൾ ആരെയും ശല്യപ്പെടുത്താൻ ഒരുങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് സ്വതന്ത്ര അധികാരമുള്ള ഒരു രാജ്യമാണ്, നിങ്ങൾ പറയുന്ന അപകടകരമായ ആയുധങ്ങൾ ഞങ്ങൾ കൈവശം വെച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കരുത്, ഞങ്ങൾക്ക് മേൽ അനാവശ്യമായ ഉടമ്പടികൾ അടിച്ചേൽപ്പിക്കരുത്. നിരന്തരമായി അവർ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാലും ഒമാനിൽ നടക്കുന്ന കോൺഫറൻസിലൂടെ താൽക്കാലികമായി ഒരു ആണവ കരാറിൽ ഒപ്പുവെക്കാൻ ഇറാൻ തയ്യാറാകുമായിരുന്നു. അങ്ങനെ ഇറാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ഇറാനിനെ ആക്രമിക്കാൻ ന്യായമില്ല. അതുകൊണ്ട് ആ കരാറിലേക്ക് എത്തരുത് എന്ന് ലോകത്തെ ദുശക്തികൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. കരാറിന് ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് ഇസ്രയേലുകാരൻ അകാരണമായി ഇറാനിലേക്ക് ആയുധമെറിയുന്നത്. 600-ലേറെ ആളുകൾ ഔദ്യോഗികമായ രേഖകൾ പ്രകാരം ഇതിനകം അവിടെ കൊല ചെയ്യപ്പെട്ടു. 10,000-കണക്കിന് ആളുകൾ ഭവനരഹിതരായി. ആ രാജ്യത്തിന്റെ പല പട്ടണങ്ങളും കത്തിയെരിയുന്നു, പല അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നിക്കക്കള്ളിയില്ലെന്ന് വന്ന ഇറാൻ ലോകത്തുള്ള എല്ലാ ശക്തികളും ഒരുമിച്ച് ശ്രമിച്ചാലും ഞങ്ങളെ ഒന്നും ചെയ്യാനാകില്ല, ഞങ്ങൾക്ക് ഒരു ഇരുമ്പ് മേൽക്കൂരയുണ്ട് എന്ന് പറഞ്ഞ് ആഢ്യത്വത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രയേലിന്റെ മേൽ ഇറാനിന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിക്കുന്നത്, അവരുടെ അയൺ ഡോമുകൾ തകർന്ന് അവിടെ നിലത്ത് വീഴുന്നത്, ഔദ്യോഗികമായ കണക്ക് പ്രകാരം 100-ൽ പരം ആളുകൾ ഇസ്രയേലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവിടെ പല ന്യൂസുകളും പുറത്തു വരുന്നെന്ന് നിർബന്ധമുണ്ട്. 240-ലേറെ ആളുകൾ മെനിങ്ങാന്നത്തെ ആക്രമണത്തിൽ അല്ലെങ്കിൽ അവിടെയുള്ള ആയുധവർഷത്തിൽ പരിക്കേറ്റു എന്ന് ഇസ്രയേൽ തന്നെ സമ്മതിക്കുന്നു. അവിടെയുള്ള ഹോസ്പിറ്റലിനുമേൽ ആയുധം വർഷിച്ചപ്പോൾ ലോകത്തോട് ചോദിച്ചു, ആ ഹോസ്പിറ്റലിലാണോ നിങ്ങൾ ആക്രമണം നടത്തുന്നത് എന്ന്. ഫലസ്തീനിലെ മുഴുവൻ ആശുപത്രികളും ഇല്ലായ്മ ചെയ്യുകയും ആയിരക്കണക്കിന് കുരുന്നുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തപ്പോൾ അതാ പരിക്കുപറ്റിയ ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന മൃതപ്രായരായി ICU-വിൽ കിടന്നിരുന്നവരെ, വെന്റിലേറ്ററിൽ കിടന്നിരുന്നവരെ, ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്നിരുന്നവരെ ആയുധവർഷം നടത്തിയില്ലായ്മ ചെയ്തപ്പോൾ ഇസ്രയേലിന് തോന്നിയില്ല അത് ആശുപത്രിയാണെന്ന്. ലോകത്തുള്ള പല ആളുകൾക്കും തോന്നിയില്ല ഇത് ഹോസ്പിറ്റലാണെന്ന്. മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു അവസാനത്തെ പരിശ്രമത്തിന്റെ കേന്ദ്രമാണ് എന്ന് ആർക്കും തോന്നിയില്ല. ഇപ്പോൾ ഇസ്രയേലിലെ ആ ഹോസ്പിറ്റലിന് മേൽ ആയുധവർഷം വന്നപ്പോൾ മാത്രം പറയുകയാണ്, അതെ, ഇതെന്ത് നീതിയാണ് എന്ന്, ഇതെന്ത് യുദ്ധനീതിയാണ് എന്ന്. ഒരിക്കലും ഇതിനെ യുദ്ധമെന്ന് പോലും വിളിക്കാൻ കഴിയില്ല. രണ്ടു ശക്തികൾ ചില മാനദണ്ഡങ്ങളോടെ നടത്തുന്ന ആയുധ പ്രയോഗത്തെയാണ്, മൽപിടുത്തത്തെയാണ് യഥാർത്ഥത്തിൽ യുദ്ധമെന്ന് വായിക്കേണ്ടത്.
ഇവിടെ യുദ്ധമെന്ന് പറയാനില്ല, ആക്രമണവും പ്രത്യാക്രമണവും പ്രതിരോധവും എന്നൊക്കെയാണ് ഇതിന് പറയേണ്ടത്. ഇങ്ങനെ ഒരു യുദ്ധം നിലനിൽക്കണമെന്ന് ലോകത്തൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല, മനുഷ്യത്വമുള്ള ഒരാളും ആഗ്രഹിക്കുന്നില്ല. നിരപരാധികളായ രാജ്യങ്ങളുടെ മേൽ ആക്രമണം നടത്തി പാവപ്പെട്ടവരെ അരുംകൊല ചെയ്തു കളയുന്ന ലോക പോലീസുമാർക്കെതിരെ കൃത്യമായ മാനവിക വിചാരങ്ങളോടെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നത് വളരെ അപകടകരമായ ഒരു വസ്തുതയാണ്. ഇത്തരം ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിലും ചില ആളുകൾ പറയുന്നത് എന്താണ്? മലയാളത്തിലും ചില ആളുകൾ നടത്തുന്ന കമന്റുകൾ എന്താണ്? ഇപ്പോൾ ലോകത്തിന്റെ മുഴുവനും മുമ്പിൽ ഇറാൻ ഒരു പ്രതിപട്ടികയിലേക്ക്. ഇറാൻ ഔദ്യോഗികമായി ഉൾക്കൊള്ളുന്ന ഒരു മതവിശ്വാസത്തെ നമ്മൾ ന്യായീകരിക്കുന്നില്ല. അങ്ങനെ ഒരു വിശ്വാസപരമായി പറയുമ്പോൾ ഷിഈ വിശ്വാസത്തിന്റെയും രാഷ്ട്രമതമായി സ്വീകരിച്ച ഒരു ജനവിഭാഗമാണ്. ആ ഒരു മാനദണ്ഡത്തിൽ നിന്നുകൊണ്ടല്ല ഇപ്പോൾ സംസാരിക്കുന്നത്, മാനവികമായ വിചാരങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിരപരാധികളായ രാഷ്ട്രങ്ങളെ മുഴുവനും ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യുകയും പാവപ്പെട്ട കുരുന്നുകളെ അടക്കം നിരപരാധികളായ സിവിലിയന്മാരെ ക്രൂരമായി കൊല ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ എന്താണ്? ലോകത്ത് അരുതെന്ന് പറയാൻ ശക്തിയുള്ള ഒരു രാജ്യം എവിടെ? ആക്രമിക്കരുതെന്ന് പറയാൻ പറ്റുന്ന ഒരു ഭരണാധികാരി എവിടെ? ഇവിടെയാണ് മനോഹരമായ ഒരു സംഹിത കൊണ്ട് ലോകത്തെ മുഴുവനും ശാന്തിയിലേക്ക് കൊണ്ടുവന്ന സമാധാനത്തിന്റെ പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അറബികൾ ലോകത്തെ മുഴുവനും കച്ചവടത്തിന് പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്ത് കച്ചവടത്തിന് പോയപ്പോൾ ആ രാജ്യത്തെ പിടിച്ചടക്കണമെന്നോ നിരപരാധികളെ ഇല്ലായ്മ ചെയ്യണമെന്നോ ഒരു അറബ് സമൂഹവും വിചാരിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ അറബികൾ കച്ചവടത്തിന് വരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈ ഇന്ത്യയെ പിടിച്ചടക്കണമെന്ന് അറബികൾ വിചാരിച്ചിട്ടില്ല. ഇവിടെ ആക്രമണം ഉണ്ടാക്കണമെന്ന് അറബികൾ വിചാരിച്ചിട്ടില്ല. ഇവിടെയുള്ളവരോട് നല്ല സ്വഭാവത്തിൽ വർത്തിച്ചു. ഈ രാജ്യക്കാർക്ക് ഒരുപാട് മൂല്യങ്ങൾ പകർന്നു കൊടുത്തു. ഇവിടെയുള്ള സ്വത്തുവകകൾ അവർ വാങ്ങി. ഇവിടേക്ക് വിദേശത്തു നിന്നുള്ള ഒരുപാട് സ്വത്തുക്കൾ എത്തിച്ചു തന്നു. അങ്ങനെ കൊള്ളക്കൊടുക്കലുകളുടെ നല്ല ഉദാഹരണങ്ങളെയാണ് അറബികൾ ഈ രാജ്യത്തേക്ക് സമ്മാനിച്ചത്. എന്നാൽ ബ്രിട്ടീഷുകാർ ഇവിടേക്ക് കച്ചവടത്തിന് വന്നു, പോർച്ചുഗീസുകാർ ഇവിടേക്ക് വ്യാപാരത്തിന് വന്നു, ഫ്രഞ്ചുകാർ ഇവിടേക്ക് കടന്നു വന്നു. അവരെല്ലാവരും ഈ രാജ്യത്തേക്ക് കടന്നു വന്നത് ഇവിടെയുള്ള സ്വത്തുക്കളെ കൊള്ളയടിച്ച് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു. ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇവരെ ഇവിടെ അവരുടെ ഭൂപ്രദേശമാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് 1947 വരെ നീണ്ടുനിന്ന നീണ്ടകാലത്തെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ബ്രിട്ടീഷുകാരനെ ഇവിടെ നിന്ന് പായിച്ചു കളയാൻ ഒരുപാട് ജീവനുകൾ ഇവിടെ പൊലിയേണ്ടി വന്നത്. എന്നാൽ 700 കൊല്ലം ഇന്ത്യ ഭരിച്ചു, അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ചു മുഗളന്മാർ. മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചു. ഈ രാജ്യത്തിന് എന്താണ് നൽകിയത്? ഈ രാജ്യത്ത് ഒരുപാട് മനോഹരമായ നിർമ്മിതികൾ നൽകി. പേർഷ്യയിൽ നിന്ന്, വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ഒരുപാട് വിദേശ രാഷ്ട്രങ്ങളിൽ അമൂല്യ രത്നങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ നിർമ്മാണങ്ങൾ നടത്തി. താജ്മഹൽ ഉണ്ടാക്കി, റെഡ് ഫോർട്ട് ഉണ്ടാക്കി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്ന പോലെ അറബ് ജനതയിൽ അല്ലെങ്കിൽ മുഗളന്മാരുടെ 1000 നിർമ്മിതികൾ ഉണ്ടായി. ലോകത്തിന് മുമ്പിൽ എഴുന്നു നിൽക്കാൻ പറ്റുന്ന അഭിമാന സ്തംഭങ്ങൾ ഉണ്ടാക്കി. ഇതായിരുന്നു അറബികൾ ഇന്ത്യക്ക് സമ്മാനിച്ചത്. അറബികൾ മുഗളന്മാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മതവിഭാഗമോ ജനവിഭാഗമോ ഒരു സ്വാതന്ത്ര്യ സമരം തുടങ്ങിയില്ല. കാരണം അവർ സ്വതന്ത്രരായിരുന്നു. ഇവിടെ ഔറംഗസീബിനെ പോലെ ആത്മീയമായ ചിട്ടയുള്ള ഭരണാധികാരികൾ ഭരിച്ചു. അവർ മതപണ്ഡിതന്മാരായിരുന്നു, ആത്മീയ നിഷ്ഠയുള്ളവരായിരുന്നു. അവരുടെ എല്ലാവരുടെയും തണലിൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ഹൈന്ദവ സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും ഒരിക്കൽ പോലും നിങ്ങൾ ഈ രാജ്യത്ത് വേണ്ട എന്ന് പറഞ്ഞ് അവർക്കെതിരെ ഒരു സമരം തുടങ്ങിയിട്ടില്ല, ഒരു സ്വാതന്ത്ര്യ സമരത്തിന് ഒരുങ്ങിയിട്ടില്ല. കാരണം എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനവിക സംഹിതയെ ലോകഗുരുവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതിലൂടെയായിരുന്നു അവർ സഞ്ചരിച്ചു വന്നത്. അതുകൊണ്ട് അവരെത്തിപ്പെട്ട ദേശങ്ങളിലെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ ജൂതന്മാരുണ്ടായിരുന്നു. എല്ലാ ജൂതന്മാരും ഇവിടെ നിന്ന് പോകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല.
അവരോടുള്ള ക്രയവിക്രയങ്ങൾക്ക് കൃത്യമായ ഒരു മാനദണ്ഡമുണ്ടാക്കി. എന്തായിരുന്നു അത്? അസ്സഹീഫ, മനോഹരമായ മദീന ചാർട്ടർ ആയിരുന്നു. മദീന ചാർട്ടറിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത് എന്താണ്? ആ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾ ഏതെല്ലാം മൂല്യങ്ങളെ പാലിക്കണമെന്നും പരസ്പരം മതവിശ്വാസങ്ങളെ ഉൾക്കൊള്ളണമെന്നും മറ്റു മതവിശ്വാസികളോട് എങ്ങനെ പെരുമാറണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ജൂതന്മാരവിടെ ശാന്തമായി ജീവിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒരു മനുഷ്യരെയും ആക്രമിക്കാൻ പറഞ്ഞില്ല. ജൂതന്മാരായ അയൽവാസികൾ സമാധാനത്തോടെ വിശ്വാസികളെ അനുഭവിച്ചു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന നേരം ധാന്യത്തിനു പകരമായി അവിടുത്തെ പടയങ്കി ഒരു ജൂതന്റെ പക്കൽ പണയം വെച്ചിരുന്നു. അത് കേവലം അങ്ങ് വായിച്ചാൽ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജൂതനോട് വായ്പ വാങ്ങുന്ന മദീനയിൽ അതിസമ്പന്നനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഉണ്ടായിരുന്നു. അതിസമ്പന്നനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഉണ്ടായിരുന്നു. സമ്പന്നരായ നിരവധി സ്വഹാബികൾ ഉണ്ടായിരുന്നു. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അതിസമ്പന്നരായ നിരവധി സ്വഹാബികൾ ഉണ്ടായിരുന്നപ്പോഴും അവിടെയുള്ള ഒരു സെക്കുലർ സൊസൈറ്റിയെ ഡീൽ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാരുമായി വ്യവഹാരം നടത്തി. ഒരിക്കൽ ഒരു ജൂതൻ അവധിയെത്താത്ത കടം ചോദിക്കാൻ കളിയാക്കാൻ വേണ്ടി പള്ളിയുടെ മുന്നിൽ വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപാടുകാരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും വായ്പ വാങ്ങുന്നത് സഹായം ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അയിമ്മത്ത് ഉദ്ധരിച്ച ഒരു ഹദീസിൽ, നീണ്ട ഒരു ഹദീസാണ്, അതിൽ നമുക്ക് വായിക്കാൻ കഴിയും, ഒരു ദിവസം ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ങു കൊടുക്കാൻ പള്ളിയിലേക്ക് വരുമ്പോൾ അവധിയെത്താത്ത കടം ചോദിച്ചുകൊണ്ടൊരു ജൂതൻ എത്തി. അയാൾ ആരാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു പലപ്പോഴും പലരുടെ കയ്യിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വായ്പ വാങ്ങുന്നത് കണ്ടിട്ട്, നിങ്ങൾ പലരുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ടതില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത ഒരാൾ. ആ ഏറ്റെടുത്ത ഒരാളാണ് അവധിയെത്താത്ത കടത്തിനു വേണ്ടി അപമാനിക്കാൻ വന്നത്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ചോദിച്ചു, നിസ്കാരം കഴിഞ്ഞ് ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അല്ലയോ പ്രവാചക പ്രഭോ, വല്ലതും വീട്ടിൽ കരുതി വെച്ച സമ്പാദ്യമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. എന്താണ് ബിലാലെ കാര്യം? അതെ, ആ ഇടപാടുകാരനായ ജൂതൻ അവധിയെത്താത്ത കടം തിരിച്ചു ചോദിക്കാൻ വന്ന് അപമാനിച്ചിരിക്കുന്നു. കേട്ടുകഴിഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹു പോയി. മഹാനവറുകളുടെ കയ്യിൽ ഒരു കരിമ്പടമുണ്ടായിരുന്നു. അത് ഗ്രാമത്തിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്തു വരാമെന്ന് കരുതി. ഈ രംഗം കണ്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു അൻഹു ഗ്രാമത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വിളിച്ചു. അടുത്ത ദിവസം 3 ഒട്ടകത്തിന്റെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്ക് സമ്മാനങ്ങൾ എത്തി. ഇടപാടുകാരൻ്റേത് മുഴുവനും കൊടുത്തു തീർത്തു. അവിടെ ചരിത്രപരമായ ഒരു കോണ്ടെക്സ്റ്റ് വായിക്കണം. അവധിയെത്താത്ത കടം ചോദിച്ചു വന്ന ജൂതനെ ബലാത്കാരമായി നിയന്ത്രിക്കാൻ ശക്തിയുള്ള സ്വഹാബികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അയാളെ ആരും തിരിച്ചൊരു വാക്കുപോലും പറഞ്ഞില്ല. അയാളോടൊരു ആക്ഷേപം പോലും നടത്തിയില്ല. അനാവശ്യമായിട്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറഞ്ഞതെങ്കിലും അദ്ദേഹത്തിനെതിരെ ഒരു ശബ്ദവും ഉയർന്നില്ല. ഇത്രയും നീതിനിഷ്ഠമായും സഹിഷ്ണുതയോടെയും ജൂതന്മാരെ മദീനയിൽ വസിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോഴും മദീനയിൽ ജൂതന്മാരുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിന് മനസ്സിലാക്കാനാണ് ഇങ്ങനെ ഒരു ഇടപാടിന്റെ കഥ ബാക്കി വെച്ച് പോയത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതെല്ലാം വായിക്കുമ്പോൾ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഇസ്രയേലുകാരന്റെ മുമ്പിൽ ജൂതനല്ലാത്ത ഒരാളും മനുഷ്യനല്ല എന്നാണ്. ജൂതനല്ലാത്ത ഒരാളും മനുഷ്യനല്ല എന്നാണ്. ഇന്ന് ലോകത്തെ കറുത്തവനും വെളുത്തവനും എന്ന് പറഞ്ഞുകൊണ്ട് വേർതിരിവിന്റെ രാഷ്ട്രീയം പറയുന്നത് ആരാണ്? വേറെ ആരുമല്ല, തൊലി വെളുത്ത യൂറോപ്പിനും ജൂതന്മാരുമാണ്. തൊലി വെളുത്ത യൂറോപ്പിനും ജൂതന്മാരുമാണ് ഇന്ന് ലോകത്തോട് മുഴുവനും മനുഷ്യനെ നിറത്തിന്റെ പേരിൽ വകഭേദം നടത്തുന്നത്. കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഈ മാസം ആദ്യത്തിൽ മോസ്കോയിൽ വെച്ചുകൊണ്ട് വ്ളാഡിമർ പുടിന്റെ സാന്നിധ്യത്തിൽ ഇബ്രാഹിം ട്രവോറ എന്ന ഒരു കറുത്ത വർഗക്കാരൻ ആഫ്രിക്കയിൽ നിന്ന് ലോകത്തോട് സംസാരിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തായിരുന്നു സംസാരം?
അദ്ദേഹം ഒരുപാട് തവണ വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെയോ സമീപനങ്ങളെയോ മുഴുവനുമായി ഞാൻ ന്യായീകരിക്കുകയല്ല. ലോകത്ത് ഇസ്ലാമേതരമായ ചില സംഹിതകൾ നടത്തുന്ന അക്രമങ്ങളുടെ വലിപ്പം ഇസ്ലാം എന്ന ശാന്തിയുടെ മതത്തിലൂടെ എങ്ങനെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റിയെടുത്തത് എന്ന ചരിത്രത്തിൽ നിന്ന് പഠിച്ച് വർത്തമാനത്തോട് പറയേണ്ട കാലം ഇതാണ്. ഇന്ന് ലോക ജനതകളോട് മുഴുവനും നമ്മൾ വിളിച്ചു പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് വർണ്ണവെറിയന്മാരെ മനുഷ്യരാണെന്ന് ചിന്തിപ്പിച്ചത് എന്ന്, വർഗവെറിയന്മാരെ മനുഷ്യരാണെന്ന് ആലോചിപ്പിച്ചത് എന്ന്, കീഴാളന്മാർക്ക് പരിഗണന കൊടുക്കണമെന്ന് പഠിപ്പിച്ചത് എന്ന്, മനുഷ്യൻ എന്ന നിലയിൽ ഒരൊറ്റ കുലത്തിൽ നിന്ന് വന്നതാണെന്ന്, ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണെന്ന് എങ്ങനെയാണ് ലോകത്തോട് പഠിപ്പിച്ചത് എന്ന് ഇസ്ലാമിനെയും പുണ്യപ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മൗലിക അടിസ്ഥാനപരമായി പഠിച്ച് ലോകത്തിൻ്റെ പൾസുകൾ അറിഞ്ഞ് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലമാണ്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നമ്മളെല്ലാവരും മിമ്പറിൽ നിന്ന് കേട്ടില്ലേ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു കൽപ്പിക്കുന്നത് നീതി കൊണ്ടാണ്. അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതിയിൽ വർത്തിക്കണമെന്നാണ്. നീതിയുടെ ഒരു ലെവലേശമെങ്കിലും ഇസ്രായേലിന് ലോകത്തോട് പറയാനുണ്ടോ? നന്മയുടെ ഏതെങ്കിലും ഒരു അധ്യായം നെതന്യാഹുവിന് ലോകത്തോട് സംവദിക്കാനുണ്ടോ? അമേരിക്കയുടെ ഭരണാധികാരിക്ക് പറയാനുണ്ടോ? അതാണ് ഇബ്രാഹിം ട്രവോറ പറയുന്നത്. ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് ഓരോ വർഷവും കുഴിച്ചെടുക്കുന്ന പൊന്നിന്റെ 20% പോലും ഞങ്ങളുടെ രാജ്യത്തിന് കിട്ടുന്നില്ല. ഫ്രാൻസുകാരൻ കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തെ കുറിച്ചൊരു സംഭവമുണ്ട്. ഇബ്രാഹിം ട്രവോറ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ബിസിനസ് ക്ലാസ്സിൽ അദ്ദേഹം ടിക്കറ്റ് എടുത്തു. 2A സീറ്റിന്റെ ബോർഡിംഗ് പാസുമായി അദ്ദേഹം എയർപോർട്ടിൽ വന്നു. തൊലി വെളുപ്പുള്ള ഒരു യൂറോപ്യൻകാരി അവിടെ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു. അവർ നോക്കി ബോർഡിംഗ് പാസ്, പിന്നെയും മാറി മാറി നോക്കി. ഇത് നിങ്ങളുടേത് തന്നെയാണോ എന്ന് ചോദിച്ചു. അത് എൻ്റേത് തന്നെയാണ്, ഞാൻ ബുക്ക് ചെയ്തതാണ്, ഞാൻ പേ ചെയ്തിട്ട് വാങ്ങിയ സീറ്റാണിത്, നിങ്ങൾക്ക് മാറിപ്പോയിട്ടുണ്ടാകും. അയാളെ അവിടെ മാറ്റിയിരുത്തി. വെള്ളക്കാരായ യാത്രക്കാരാണ് എയർലൈൻസിൽ വരാനുള്ളവർ. ഇബ്രാഹിം ട്രവോറ എന്ന ഈ ഭരണാധികാരിയാണെന്ന് യാത്രക്കാർക്ക് അറിയില്ല. അയാൾ ഇരിക്കുന്ന ലോഞ്ചിലേക്ക് ഒരു വെള്ളക്കാരനും വന്നിരുന്നില്ല. ഒരു വെള്ളക്കാരനെയും എയർലൈൻ സ്റ്റാഫ് ഇരുത്തിയില്ല. അവസാനം കമ്പനിയോട് കൺഫേം ചെയ്ത് ടിക്കറ്റ് ഇദ്ദേഹം ഉറപ്പിച്ചതാണ് എന്ന് വന്നപ്പോൾ ഫ്ലൈറ്റിൽ കയറ്റിയപ്പോഴും അദ്ദേഹത്തോട് അറപ്പും വെറുപ്പോടും കൂടിയാണ് കയറ്റിയത്. എല്ലാ യാത്രക്കാരും ഇരുന്നു. ബിസിനസ് ക്ലാസ്സിലെ എല്ലാ യാത്രക്കാർക്കും വെള്ളം കൊടുത്തു, വെൽക്കം ഡ്രിങ്ക് കൊടുത്തു. ഇദ്ദേഹത്തിന് വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ എയർ ഹോസ്റ്റസ് തയ്യാറായില്ല. അപ്പോൾ സ്വാഭാവികമായും മറ്റു വെള്ളക്കാരിൽ ചില യാത്രക്കാർ ചോദിച്ചു, എന്തേ അയാളെ അവഗണിക്കുന്നത് എന്ന്. അങ്ങനെ അവഗണനയുടെ ഒരു പരമ്പര മുഴുവനും ആ യാത്രയിൽ ഇബ്രാഹിം ട്രവോറ അനുഭവിക്കുന്നുണ്ട്. പിന്നീട് എയർലൈൻസ് ഇടപെട്ടു. അവർക്ക് അവരെ ജോലിയിൽ നിന്ന് മാറ്റിയപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, അവരെ ജോലിയിൽ നിന്ന് മാറ്റാൻ പാടില്ല എൻ്റെ കാരണത്താൽ. പിന്നീട് അവർ പശ്ചാത്തപിക്കുന്നത് കൂടി നിങ്ങൾക്ക് വായിക്കാം. വിശദമായി ഞാൻ ആ കഥ പറയുകയല്ല. ഇന്നും യൂറോപ്യന്മാർക്ക് കറുത്തവരെ കണ്ടുകൂടാ, അവരല്ലാത്തവരെ കണ്ടുകൂടാ. പടിഞ്ഞാറിന് തൊലി വെളുപ്പുള്ളവരല്ലാത്തവരെ കാണാൻ പാടില്ല ഈ ആധുനിക കാലത്ത്. എന്നിട്ട് ആരെങ്കിലും യൂറോപ്യന്മാരോട് പറയുന്നുണ്ടോ നിങ്ങൾ പരിഷ്കൃത സമൂഹമല്ല എന്ന്? ജൂതന്മാർ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളെ അരുംകൊല ചെയ്ത് കളഞ്ഞിട്ട് ജൂത തീവ്രവാദം എന്ന് ആരെങ്കിലും ലോകത്ത് എഴുതുന്നുണ്ടോ? ഇസ്രായേൽ ഭീകരവാദം എന്ന് എഴുതാൻ ഏഷ്യൻ പത്രങ്ങൾ പോലും തയ്യാറാവുന്നുണ്ടോ? ആഫ്രിക്കൻ പത്രങ്ങൾ തയ്യാറാവുന്നുണ്ടോ? മീഡിയകൾ സന്നദ്ധരാവുന്നുണ്ടോ? ഇല്ല. ഈ പുതിയ കാലത്തും വർഗവെറിയുടെയും വർണ്ണവെറിയുടെയും വലിയ ഉദാഹരണങ്ങളായി യൂറോപ്പും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ജൂത ലോബികളും രാഷ്ട്രങ്ങളും നിലകൊള്ളുകയാണ്. ഇബ്രാഹിം ട്രവോറ വന്നു. അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ സ്വർണ്ണഖനനം ഫ്രാൻസുമായുള്ള എഗ്രിമെന്റ് ഇല്ലായ്മ ചെയ്തു. യൂറോപ്പിന്റെ മുഴുവനും മുമ്പിൽ ഒരു കറുത്ത മനുഷ്യൻ ഉയർന്നു നിന്ന് ഇന്ന് വിപ്ലവത്തിന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്പ് എന്ന് ആശ്ചര്യത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സംസാരിക്കുന്ന സമയവും
എന്തിനു വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്? സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അദ്ദേഹം മോസ്കോയിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ആഫ്രിക്കക്കാർ, ഞങ്ങൾ ഞങ്ങളുടെ മണ്ണിനു വേണ്ടി സംസാരിക്കുന്നു. ഞങ്ങൾ ആഫ്രിക്കക്കാർ, ഞങ്ങളുടെ സ്വന്തം ഭൂമിയിലെ പ്രകൃതി സമ്പത്തിനെ കുറിച്ച് വിനിയോഗിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നു. ഞങ്ങളുടെ സമ്പത്തുകൾ ലോകരാഷ്ട്രങ്ങൾ കൊണ്ടുപോവുകയും ഞങ്ങളെ ഭീകരവാദത്തിന്റെ മനുഷ്യ കവചങ്ങളായി ദുരുപയോഗം ചെയ്യുകയും ആഫ്രിക്കയെ മുഴുവനും ഭീകരവാദത്തിന്റെ ചാപ്പ കുത്തുകയും ചെയ്തിരിക്കുന്നു. ഇനി അതിനെ അനുവദിക്കുകയില്ല. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സമ്പാദ്യം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് നല്ല വീട് വേണം. ഞങ്ങൾക്ക് നല്ല കലാലയം വേണം. ഞങ്ങൾക്ക് മനുഷ്യരായി ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്പിനോട് ആഫ്രിക്ക സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബ്ലാക്ക് ആഫ്രിക്കയിലെ ഒരുപാട് ഭരണ പ്രവിശ്യകൾ ഇബ്രാഹിം ട്രവോറയുടെ കൂടെ കൂടുകയാണ്. ഈ വർത്തമാനകാലത്ത് ലോകത്തോട് മുഴുവനും നമുക്ക് വിളിച്ചു പറയാനുള്ളത് 1400 കൊല്ലം മുമ്പ് ലോക ഗുരുവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ഉദ്ഘോഷിച്ച മഹത്തായ പ്രഖ്യാപനമാണ്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. അല്ലയോ ജനങ്ങളെ, അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതിപൂർവമായി ജീവിക്കണമെന്നാണ്, നന്മയിലൂടെ വർത്തിക്കണമെന്നാണ്, ഒരാളോടും അനീതി ചെയ്യരുത് എന്നാണ്. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ അമുസ്ലിമായ ഒരു സഹോദരൻ മദീനയിലൂടെ യാചിച്ചു നടക്കുന്നു. അമുസ്ലിമായ ഒരു മനുഷ്യൻ മദീനയിലൂടെ യാചിച്ചു നടക്കുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, എന്താണ് ഇദ്ദേഹം ഇങ്ങനെ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? ബഹുമാനപ്പെട്ട ഇമാം ബലാദുരി ഉദ്ധരിക്കുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റഅ ശൈഖൻ മിൻ അഹ്ലി ദിമ്മ യഖൂമു അലാ അബ്വാബിൻ നാസ് യസ്അലുഹും. ദിമ്മിയായ കാഫിറുകളിൽപ്പെട്ട അഥവാ ഇസ്ലാമിന് പുറത്ത് ഇസ്ലാമിക രാജ്യത്ത് ജിസിയ കൊടുത്ത് ജീവിക്കുന്ന, ജിസിയ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഒരു നികുതിയാണ്. മുസ്ലിങ്ങൾക്കില്ലാത്ത ഒരു നികുതി അമുസ്ലിങ്ങൾക്ക് അടിച്ചേൽപ്പിച്ചതല്ല. മുസ്ലിങ്ങൾക്ക് അവരുടെ വേറെ ഒരുപാട് സാമ്പത്തിക ചെലവുണ്ട്, സകാത്തുണ്ട്, യുദ്ധത്തിൽ പട്ടാളക്കാരനായി പോണം, ജീവാർപ്പണം നടത്തണം രാജ്യത്തിന് വേണ്ടി. ആ ഉത്തരവാദിത്വങ്ങളൊന്നും ദിമ്മിയായ കാഫിറിനില്ല. അതുകൊണ്ട് അവിടെ താമസിക്കുന്ന അവിശ്വാസികൾക്ക് വിശ്വാസികളുടെയും മുസ്ലിങ്ങളുടെയും ഉപരിയായ സംരക്ഷണം കിട്ടാൻ വേണ്ടി അർഹരായ ആളുകളിൽ നിന്ന് വാങ്ങുന്ന ഒരു നികുതിയാണ്, ഒരു കരമാണ് ജിസിയ എന്ന് പറയുന്നത്. ഏതായാലും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുകയാണ്, ഒരാൾ മദീനയിൽ ഇങ്ങനെ ചോദിച്ചു നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ മദീനയിൽ നിന്ന് മുഴുവൻ പാഠഭാഗങ്ങളെയും ശരിയായ രൂപത്തിൽ അഭ്യസിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അൻസഫനാക, നിങ്ങളോട് നീതി പുലർത്താൻ ഞങ്ങൾക്ക് കഴിയാതെ പോയോ? അഖദ്നാ മിൻകൽ ഖറാജ ശാബ്ബൻ, നിങ്ങൾ ആരോഗ്യമുള്ള യുവാവായിരുന്നപ്പോൾ നിങ്ങളുടെ പക്കൽ നിന്ന് ഞങ്ങൾ നികുതി വാങ്ങിയിരുന്നു. നിങ്ങൾ പ്രായാധിക്യത്തിലെത്തിയപ്പോൾ നിങ്ങൾ ജനങ്ങളോട് ചോദിക്കേണ്ട ഗതി വന്നുപോയോ? ഒരിക്കലും ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല. ഫാജിറ അലൈഹി ഖൂതഹു മിൻ ബൈതി മാലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പൊതു ഖജനാവിൽ നിന്ന് മരണം വരെ ആവശ്യമുള്ള വിഭവങ്ങളെ, ഇതിന്റെ ഒരുപാട് നിവേദനങ്ങളുണ്ട്, അദ്ദേഹത്തിന് ആവശ്യമുള്ളത് മുഴുവനും അങ്ങനെ പല നിവേദനങ്ങളായി കാണാൻ പറ്റും. വേണ്ട മുഴുവൻ ചിലവുകളും മുസ്ലിം പൊതു ഖജനാവ് ഏറ്റെടുക്കുകയാണ്. ഇതായിരുന്നു മദീന ലോകത്തിന് മുമ്പിലേക്ക് സമർപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇതൊക്കെ ലോകത്തോട് വിളിച്ചു പറയേണ്ട ഏറ്റവും മനോഹരമായ ഒരു കാലമാണിത്. ഇസ്ലാമിന്റെ നീതിയുടെ മുമ്പിൽ വർണ്ണവ്യത്യാസമില്ല. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, പരിശുദ്ധമായ ഇസ്ലാം നീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. മുമ്പിൽ വന്നിരിക്കുന്നയാൾ ഉറ്റവനാണോ ഉടയവനാണോ അന്യനാണോ എന്നില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം അലി റളിയല്ലാഹു അൻഹുവും ഒരു ജൂതനും തമ്മിൽ പടയങ്കിയുടെ വിഷയത്തിൽ തർക്കമായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ കേസ് ഹാജരായി.
വാദിയെയും പ്രതിയെയും ഒരേ ബെഞ്ചിൽ ഇരുത്തുക എന്നതാണ് ഇസ്ലാമിക കോടതിയിലെ രീതി. അലി റളിയല്ലാഹു അൻഹുവിനെയും ജൂത സഹോദരനെയും ഒരേ ബെഞ്ചിൽ ഇരുത്തി. എന്നിട്ട് അവിടുന്ന് ഖാളി വിളിച്ചു, യാ അബൽ ഹസൻ. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് അലി റളിയല്ലാഹു അൻഹുവിന്റെ നോട്ടത്തിന്റെ ഭാവം മാറി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തായിരിക്കും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ഭാവം മാറിയത്? കാര്യം എന്തായിരിക്കും? ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എന്തേ നിങ്ങളുടെ മുഖത്തൊരു ഭാവമാറ്റം? ഉടനെ അവിടുന്ന് പറഞ്ഞു, അറിയുമോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ വിളിച്ചത് എൻ്റെ മകന്റെ പേരുകൂട്ടിയുള്ള അടുപ്പത്തിന്റെ വിളിയാണ്. അലി എന്ന് വിളിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ അതിനെ വാത്സല്യപൂർവമോ സ്നേഹപൂർവമോ അബുൽ ഹസൻ എന്ന് വിളിച്ചിരിക്കുന്നു. അത് ഞങ്ങൾ രണ്ടുപേരുടെയും ഇടയിലുള്ള ഒരു വ്യത്യാസമായി പരിഗണിച്ചേക്കാം. നീതിയുക്തമായി വിധി നടപ്പിലാക്കേണ്ട നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ അനുകമ്പയോടെ വിളിക്കുന്നത് ഒരുപക്ഷേ നമ്മളോടൊപ്പം വന്നിരിക്കുന്ന ആൾക്ക് വ്യത്യാസം അനുഭവപ്പെടാൻ കാരണമാകും. എന്നെ നിങ്ങൾ വിളിക്കേണ്ടിയിരുന്നത് അലി എന്നായിരുന്നു. അബുൽ ഹസൻ എന്ന് വിളിച്ചത് ശരിയായില്ല. ജൂത സഹോദരൻ ആലോചിക്കുകയാണ്, ഇതെത്രമാത്രം വലിയ നീതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ആരാണ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ? നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇത്രയും മനോഹരമായ നീതി യുക്തമായ പെരുമാറ്റത്തിന്റെ പേരിൽ ആ ജൂതൻ ഇസ്ലാമിനെ അറിയുകയാണ്. മഹാനായ ശുറൈഹുൽ ഖാദിയുടെ കോടതിയിൽ നീതിയുക്തമായ വിധിവേ ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിർണയങ്ങൾ നടന്നത് ഒരുപാട് പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മഹാനായ ശുറൈഹുൽ ഖാദി അവர்கள் ഭരണാധികാരിക്കെതിരെ വിധി നടപ്പിലാക്കാൻ പ്രഖ്യാപിക്കുമ്പോൾ ഭരണാധികാരിക്ക് പരിഭവമില്ല. പ്രതിയായി വാദിയായി വന്ന ജൂതൻ ഈ നീതിന്യായത്തിന് മുമ്പിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇസ്ലാമിൻ ലോകത്തോട് പറഞ്ഞത് മുഴുവനും ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഈ ഒരു മാനദണ്ഡവും വെച്ചുകൊണ്ട് ലോകത്തോട് നമുക്ക് ചോദിക്കാനുള്ളത് എന്താണ്? ഒരുപാട് കുത്തക രാജ്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള ആയുധം വേറെ ഒരു രാജ്യത്തിന് പാടില്ല എന്ന് ബലാത്കാരമായി പറയുന്നു. ഞങ്ങളുടെയൊക്കെ കയ്യിൽ ആണവായുധം ഉണ്ടാകാം, നിങ്ങളുടെ കയ്യിൽ അതുണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല ആഫിയത്തും സിഹത്തും നൽകുമാറാകട്ടെ. ഞങ്ങളുടെ കയ്യിലുള്ള ആയുധം നിങ്ങൾ വെക്കാൻ പാടില്ല. നിങ്ങൾ ഒരു രാഷ്ട്രമാണ്. ഫലസ്തീനിനേക്കാൾ ഭൂപ്രവിശ്യയിലും ജനസംഖ്യയിലും എത്രയോ ഇരട്ടിയുള്ള ഒരു സ്വതന്ത്ര രാജ്യമാണ് ഇറാൻ. ആ രാജ്യത്തിന് സ്വന്തമായി ആയുധം വെക്കാൻ പറ്റില്ലത്രേ. എന്നാൽ പ്രിയമുള്ളവരെ, യൂതന്മാർ അവരുടെ ഇസ്രയേലിൽ ഉണ്ടായിരിക്കുമ്പോഴും അവരുടെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ കയ്യിലുള്ള ബങ്കറുകളാണെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അവരേതെല്ലാം ബങ്കറുകളിലേക്ക് പോയാലും ഏതെല്ലാം ആയുധ ശേഖരങ്ങളിലേക്ക് പോയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ളുരിബത് അലൈഹിമുൽ ദില്ല, അല്ലാഹു അവർക്കൊരു ക്രെഡിബിലിറ്റി നൽകിയിട്ടില്ല. അല്ലാഹു തആല അവർക്ക് പ്രോമിനൻസ് നൽകിയിട്ടില്ല. അല്ലാഹു തആല ലോക ജനതയുടെ മുമ്പിൽ അവർക്ക് അഭിമാനം നൽകിയിട്ടില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ക്രിസ്തീയ യൂറോപ്പ് ജൂതന്മാരെ ആദരിക്കുന്നു എന്ന്? ഈ വർത്തമാനകാലത്തും അമേരിക്കയിലെ അല്ലെങ്കിൽ യൂറോപ്പിലെ, യുകെയിലെ, ഫ്രാൻസിലെ, ജർമ്മനിയിലെ ക്രൈസ്തവ സമൂഹം ജൂതന്മാരെ അറപ്പോടുകൂടി കാണുന്നത് അത്രയും ലോകത്തൊരു ജനതയും ജൂതന്മാരെ അറപ്പോടുകൂടി കാണുന്നില്ല. ജൂതന്മാർക്കെതിരെയാണ് അവിടെയുള്ള മുഴുവൻ ലേഖനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ആയുധ കച്ചവടത്തിന് വേണ്ടി കമ്പോളമായി ഇസ്രയേലിനെ ഉപയോഗിക്കുമ്പോഴും സാങ്കേതികതയ്ക്ക് വേണ്ടി ഇസ്രയേലിനെ അമേരിക്ക ആശ്രയിക്കുമ്പോഴും ലോകരാഷ്ട്രങ്ങളിൽ പലതും ഇത്തരം രാഷ്ട്രവ്യവസ്ഥിതിയുടെ ഭാഗമാകുമ്പോഴും ജൂതന്മാരെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവർ യൂറോപ്പുകാരാണ്. അതിനവരുടെ രചനകളുണ്ട്. ആ രചനകളിലേക്ക് ഞാൻ ഇപ്പോൾ പോയാൽ സമയം ഏറെ വേണ്ടിവരും. നിങ്ങളുടെ മുമ്പിൽ വായിക്കാനാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കൂ. മാർട്ടിൻ ലൂതർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഓൺ ദി ജ്യൂസ് ആൻഡ് ദെയർ ലൈസ്. ഓൺ ദി ജ്യൂസ് ആൻഡ് ദെയർ ലൈസ് എന്ന പുസ്തകത്തിലൂടെ ജൂതന്മാരുണ്ടാക്കിയ കളവുകളെയും ഇല്ലായ്മകളെയും അവരുടെ ക്രൂരതകളെയുമാണ് മാർട്ടിൻ ലൂതർ ലോകത്തോട് പങ്കുവെക്കുന്നത്. ഇതൊരു ഏഷ്യക്കാരൻ എഴുതിയതല്ല, ഒരു മുസ്ലിം എഴുതിയതല്ല, ഏതെങ്കിലും ഒരു പൗരസ്ത്യൻ എഴുതിയതല്ല.
മറിച്ച് യൂറോപ്പിൽ നിന്ന് ജൂതന്മാരെ കുറിച്ചുള്ള അനാലിസിസുകൾ അവരെ വിശ്വസിക്കാൻ ക്രൈസ്തവ യൂറോപ്പിന് സാധിക്കുന്നില്ല. അതുകൊണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ അവർക്ക് ഇടം കൊടുക്കാതിരുന്നത്. അതുകൊണ്ടാണ് യൂറോപ്പിൽ ഒരു ഭൂമി അവർക്ക് കിട്ടാതെ പോയത്. അതുകൊണ്ടാണ് യൂറോപ്പിൽ എവിടെയെങ്കിലും ഒരു ജൂതരാഷ്ട്രം ഇല്ലാതെ പോയത്. പാവപ്പെട്ട മുസ്ലിങ്ങൾ സഹിഷ്ണുക്കളാണെന്നും കരുണയോടെ അതിഥികളെ സ്വീകരിക്കുമെന്നും വന്നപ്പോഴാണ് ഇസ്രയേൽ എന്നൊരു രാജ്യമുണ്ടായത്. ഉണ്ടായത് മുതൽ പശ്ചിമേഷ്യയിലെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. ഉണ്ടായത് മുതൽ പരിസര രാജ്യങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റാതെയായി. പക്ഷേ എന്തു ചെയ്യാനാണ്? കുത്തക മീഡിയകളുടെയും വർണ്ണവെറിയന്മാരായ വർഗവിശ്വാസികളുടെ ഡോമിനേഷന്റെ പേരിൽ ഇവിടെയുള്ള മുഴുവൻ പൗരസ്ത്യ രാജ്യങ്ങളെയും ഇല്ലായ്മ ചെയ്ത് അറബ് ഇസ്ലാമിക സമൂഹങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് ഇന്നും നിങ്ങൾ മീഡിയകൾ നോക്കിയാൽ ഇറാൻ ഒരു അധമരാഷ്ട്രമാണ്. ഇറാന്റെ ഐഡിയോളജി നമ്മൾ അംഗീകരിക്കണില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുമ്പോഴും നമ്മൾ ഉൾക്കൊള്ളുന്ന അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല. പക്ഷേ നമ്മൾ പൊളിറ്റിക്കലി സംസാരിച്ചാൽ, രാഷ്ട്രഘടനയിലൂടെ സംസാരിച്ചാൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതെ രാജ്യമായി ചാപ്പകുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സദ്ദാം ഹുസൈന്റെ അധികാരത്തിലുണ്ടായിരുന്ന ഇറാഖിൽ മാരകായുധങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇറാഖിന്റെ ഭരണാധികാരി അവിടെയുള്ള മുഴുവൻ ആയുധ കലവറകളും തുറന്നുകൊടുത്തു. ലോകത്തുള്ള ആർക്കും എന്ന് പരിശോധിക്കാം, ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ടോന്ന്, ഞങ്ങളുടെ കയ്യിൽ മാരകായുധമുണ്ടോന്ന്. ലോകത്തുള്ള എല്ലാ ഏജൻസികളും പരിശോധിച്ചു, അവർക്കാർക്കും ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അല്ല, നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്ത് രാജ്യത്തെ ഭരണാധികാരിയെ ഒരു ബലി പെരുന്നാൾ ദിവസം ലോക മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് ഒരു കുത്തുന്ന പോലെ തൂക്കിലേറ്റിക്കുന്നു. അവസാന നിമിഷം കോടതിയിൽ വന്നപ്പോഴും സദ്ദാം ഹുസൈൻ പറഞ്ഞു, ഞാൻ ഇറാഖിന്റെ ഭരണാധികാരിയാണ്. ഞാൻ ഇറാഖിന്റെ ഭരണാധികാരിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നിഷ്ഠൂരമായ ഒരു ഭരണാധികാരിയെ ഇല്ലായ്മ ചെയ്തു. അതുപോലെ പരിസരത്തുള്ള എത്ര രാജ്യങ്ങളെയാണ് ഇല്ലായ്മ ചെയ്തത് എണ്ണിപ്പറയാനുള്ള സമയമല്ല. ഈ രാഷ്ട്രങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്ത ലോകത്തുള്ള ആയുധവർഷവും കച്ചവടവും നടത്തുന്നവരെ കുറ്റവാളികളാണെന്ന് പറയാൻ ഇവിടെ ഒരു ഓർഗനൈസേഷനും ഇല്ല. UN. എന്താണ് UN? മുസ്ലിങ്ങളായ നമ്മളെങ്കിലും വാർത്തകളിൽ വഞ്ചിക്കപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ഒരു ആത്മീയ വേദിയിൽ ഞാനിത് സംസാരിക്കുന്നത്. UN കേവലം ഒരു ഏട്ടിലെ പശുവാണ്, ഒരധികാരവുമില്ല. ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർ കൊല ചെയ്യപ്പെടുമ്പോ അരുത്, കൊല്ലരുത് എന്ന് പറയാൻ ശക്തിയില്ലാത്ത ഒരു ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് എന്ത് ഐക്യരാഷ്ട്ര വിചാരം? രാജ്യങ്ങളുടെ ഇടയിൽ അരുത് കാട്ടാളാന്ന് പറയാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന് പോലും ശക്തിയില്ലാത്തവർ ഏട്ടിലെ പശു എന്നല്ലാതെ എന്താണ് അവരെ പറയേണ്ടത്? അമേരിക്കയ്ക്കും കുത്തക ശക്തികൾക്കും വീറ്റോ ചെയ്താൽ അനുസരിച്ച് നിന്ന് മൂത്രമൊഴിക്കുന്ന 4-5 പേരുള്ള ഒരു നോമിനൽ ഓർഗനൈസേഷനായിട്ട് UN മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെയൊന്നും പ്രതീക്ഷിക്കാനില്ല. ഇറാഖിനെ അസ്ഥിരപ്പെടുത്തിയതുപോലെ ഇറാനിനെയും അസ്ഥിരപ്പെടുത്താനും ഞങ്ങളുടെ അയൽവാസികൾ ആരും ഉണ്ടാവരുതെന്ന് ചിന്തിക്കാനും വിശാല ഇസ്രയേൽ എന്ന സ്വപ്നം നടപ്പിലാക്കി സൗദി അറേബ്യയുടെ ഭാഗവും പൂർണ്ണമായ ഫലസ്തീനും അതുപോലെ ജോർദാനും സിറിയയും അടങ്ങുന്ന വിശാലമായ ഒരു ഇസ്രയേലിനെ അക്രമ രാഷ്ട്രമായി പിടിച്ചടക്കി ഉണ്ടാക്കാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വർത്തമാനകാല ആക്രമണങ്ങളാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോക മനുഷ്യരോട് വിളിച്ചു പറയണം, ഇത് മാനവികതയ്ക്കെതിരാണ്. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കുന്നത് ഇറാനികൾ മാത്രമാണോ? ഇസ്രയേലുകാർ മാത്രമാണോ? അല്ല, ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങൾ കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ജിദ്ദ എയർപോർട്ടിൽ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുകയാണ്. എയർ അറേബ്യയിൽ വയാ ഷാർജയാണ് ഫ്ലൈറ്റ്. ഞങ്ങളുടെ ലൈനിലേക്ക് അവിടുത്തെ എയർലൈൻ സ്റ്റാഫ് വന്നു. ഓരോരുത്തരുടെയും പാസ്പോർട്ട് നോക്കി. ഇന്ത്യൻസ്, ഓക്കെ, നിങ്ങൾക്ക് അവിടെ കണക്ഷൻ ഉണ്ട്, പോകാം. നിങ്ങളെവിടെയാണ്? കിർഗിസ്, നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഇല്ല. ഇറാൻ യുദ്ധം കാരണം നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ, നിങ്ങളുടെ യാത്ര മുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് അവിടെ അനൗൺസ് ചെയ്തു,
കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, അസർബൈജാൻ, ഇറാൻ, ഇറാഖ് തുടങ്ങിയുള്ള 6-7 രാജ്യങ്ങളിലേക്കുള്ള ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ എയർപോർട്ടിൽ വന്നിട്ട് ഫ്ലൈറ്റ് സർവീസ് ഇല്ലാതെ അവർ കുടുങ്ങിക്കിടക്കുകയാണ്. അവിടെയുള്ള ഗവൺമെന്റ് എത്ര സൗകര്യം ചെയ്തു കൊടുത്താലും നാട്ടിലേക്ക് മടങ്ങേണ്ടവർക്ക് മടങ്ങാൻ കഴിയുന്നില്ല. എത്രയോ രാജ്യങ്ങളിലേക്കുള്ള വ്യോമപാത മുടങ്ങിക്കിടക്കുകയാണ്. അനുഭവിക്കുന്നവരാരാണ്? ലോകത്തുള്ള എല്ലാ ജനങ്ങളുമാണ്. പിന്നീട് കൂടുതൽ എയർലൈൻസുകൾ നമ്മുടെ ഭാഗത്തേക്ക് വരുന്നത് ഒമാൻ വ്യോമ ഏരിയയിലൂടെയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ മുഴുവനും അവിടെ എയർ ട്രാഫിക്കാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് 1 മണിക്കൂർ വൈകി. പൈലറ്റ് അനൗൺസ് ചെയ്തു 1 മണിക്കൂർ ഫ്ലൈറ്റ് വൈകും, ഒമാൻ വഴി എയർ ട്രാഫിക് ആയതുകൊണ്ട് നമുക്ക് വൈകേണ്ടി വരും, നിങ്ങൾക്കെല്ലാവർക്കും കോക്പിറ്റിൽ വന്ന് സന്ദർശിക്കാൻ സമയം തരാം. അദ്ദേഹം ഒരു ടൈം പാസിന് വേണ്ടി കോക്പിറ്റിൽ പാസഞ്ചേഴ്സിനെ കയറ്റിവിട്ടു. ഏതായാലും ശരി, ഇതുപോലെ ഒരുപാട് രാജ്യത്തെ ആളുകൾ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അടിസ്ഥാന വസ്തുക്കളുടെ വില ഏറാൻ പോവുകയാണ്. ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുകയാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ചട്ടമ്പി രാഷ്ട്രത്തിന്റെ സ്വാർത്ഥതയുടെ പേരിൽ ലോക ജനത മുഴുവനും നൊന്തുകൊണ്ടിരിക്കുമ്പോൾ അത് മനുഷ്യവിരുദ്ധമാണെന്ന് വിളിച്ചു പറയാൻ കരുത്തുള്ള ഒരു ഭരണാധികാരിയോ ഒരു ശക്തിയോ ലോകത്തില്ലാതെ പോകുന്നു എന്നത് ഇന്നത്തെ ഏറ്റവും വലിയ വർത്തമാനകാല ദുരന്തമാണ്. അവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഹിതയുണ്ട്. ഞാൻ രാഷ്ട്രീയപരമായിട്ടല്ല സംസാരിക്കുന്നത്. അവരെ നിയന്ത്രിക്കുന്ന ഒരു വേദമുണ്ട്. ആ വേദം തൗറാത്തല്ല, ആ വേദം ഇഞ്ചീലല്ല, ആ വേദം സബൂറല്ല. ആ വേദം എന്നവർ പറയുന്നത് തൽമൂദാണ്. തൽമൂദ് പറയുന്നത് ജൂതന് മാത്രമേ അടിസ്ഥാന മാനുഷിക മൂല്യമുള്ളൂ എന്നാണ്. ജൂതൻ മാത്രമേ മനുഷ്യനുള്ളൂ എന്നാണ്. ജൂതൻ മാത്രമേ മനുഷ്യനുള്ളൂ എന്ന് പറയുന്ന തൽമൂദിന്റെ സംഹിതയുടെ പേരിലാണ് ഇന്ന് ലോകം മുഴുവനും നൊമ്പരം അനുഭവിക്കുന്നത്. എന്നാൽ ലോകഗുരുവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യകുലത്തിന് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമെന്നല്ല, മനുഷ്യകുലത്തിന് മാത്രമെന്നല്ല, ഈ പ്രപഞ്ചത്തിന് മുഴുവനും കാരുണ്യമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിസ്ഥാനപരമായ സന്ദേശങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണം. അവിടുന്ന് ജൂതന്മാരെ കുറിച്ച് ലോകത്തേക്ക് പാരായണം ചെയ്തു തന്നിട്ടുണ്ട്. വളുരിബത് അലൈഹിമുൽ മസ്കന ദാലിക ബിഅന്നഹും കാനൂ യക്ഫുറൂന ബിആയാതില്ലാഹ്. ഒരിക്കലും ജൂതന്മാർക്ക് ലോകത്തെ ക്രെഡിബിലിറ്റി കിട്ടാനില്ല. കാരണം അവർ യക്ഫുറൂന ബിആയാതില്ലാഹ്, പ്രപഞ്ചാധിപന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരാണ്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാ ഹസനി ഉസ്താദ് അവർ സംസാരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യ ശരീരത്തിൽ, ശരീരഘടനയിൽ അള്ളാഹു വെച്ചിരിക്കുന്ന മഹാത്ഭുതങ്ങളെ, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത ക്രോമസോമുകളെ, മറ്റു മനുഷ്യ സംവിധാനങ്ങളെ, രക്തഗണങ്ങളെ ഒക്കെ ഉദാഹരിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ആ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല. പ്രപഞ്ചാധിപനെ അവർ അറിയുന്നില്ല. യക്ഫുറൂന ബിആയാതില്ലാഹ് വയഖ്തുലൂനൽ അംബിയാഅ ബിഗൈരി ഹഖ്. അക്രമപരമായി അവർ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞ ജൂതന്മാർക്കുണ്ടോ പാവപ്പെട്ട കുരുന്നുകളെ കൊന്നുകളയാൻ മടി? എന്തിനേറെ, എന്തുകൊണ്ടാണ് ക്രൈസ്തവ യൂറോപ്പിന് ജൂതന്മാരെ പറ്റാത്തത്? അവരുടെ വിശ്വാസപ്രകാരം യേശുവിനെ കൊന്നുകളഞ്ഞത് ജൂദാസാണ്, അല്ലെങ്കിൽ ഒറ്റുകൊടുത്തത്. ഈസാ നബി അലൈഹി സ്വലാം കൊല്ലപ്പെട്ടിട്ടില്ല. എന്നാൽ ജൂദാസ് അല്ലെങ്കിൽ ഒറ്റുകൊടുത്തിട്ട് ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അയാൾ യേശുവാണ് അല്ലെങ്കിൽ ഈസാ നബിയാണെന്ന് ക്രൈസ്തവ ലോകം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു കൊലപാതകം നടന്നതിന് പിന്നിൽ ജൂതന്മാരുടെ കൈയാണ്.
ഒരുപാട് അമ്പിയാക്കന്മാരെ അവർ കൊന്നുകളഞ്ഞു. വയഖ്തുലൂനൽ അംബിയാ ബിഗൈരി ഹഖ്ഖിൻ, അക്രമപരമായി അവർ അമ്പിയാക്കന്മാരെ കൊന്നുകളഞ്ഞു. ആ ഒരു ക്രൂരമായ നടപടികളുടെ ഇന്നലകൾ ജൂതന്മാരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല. അവരന്ത്യനാൾ വരെയും നിന്ദ്യതയുടെ കൂടാരങ്ങളിൽ അവർ കഴിഞ്ഞുകൂടും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഏറ്റവും വലിയ അഭിമാനമെന്ന് വിളിച്ചു പറഞ്ഞിരുന്ന ബങ്കറുകളും അയൺ ഡോമുകളും പോലും പരാജയപ്പെട്ടുകൊണ്ട് ആയുധ വർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഈ നിമിഷം ആ യുദ്ധം അവസാനിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് നമ്മൾ. ഒരു യുദ്ധവും നല്ലതിനല്ല എന്ന് പറഞ്ഞാൽ ഈ നടക്കുന്ന ആക്രമണ പരമ്പര നന്മയ്ക്ക് വേണ്ടിയുള്ളതല്ല. രണ്ടു ഭാഗത്തും മനുഷ്യന്മാർ, നിരപരാധികൾ കൊല ചെയ്യപ്പെടുകയാണ്. രണ്ടു ഭാഗത്തും പാവപ്പെട്ടവർ കൊല്ലപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു പറഞ്ഞു, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എവിടെയാണുള്ളതെന്നറിയാം, ഇപ്പോൾ വേണമെങ്കിൽ പിടിച്ചു കൊല്ലാം, ഞങ്ങൾ കൊല്ലുന്നില്ല. ഈ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നില്ല? ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എവിടെയാണുള്ളതെന്നറിയാം, അയാളെ ഇപ്പോൾ കൊല്ലുന്നില്ല. ഒരു സ്റ്റേറ്റ്മെന്റ്. അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ്, ഇറാനിന്റെ ഭരണാധികാരിയെ കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമേരിക്ക പറഞ്ഞു കൊല്ലണ്ടെന്ന്. ഇതിനെയൊക്കെ ഏത് നീതിയുടെ മാനദണ്ഡത്തിലാണ് ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇതിനെയൊക്കെ ഏത് ന്യായത്തിന്റെ മൂശയിലാണ് നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് അക്രമപരമായ ആഗോള രാഷ്ട്രീയത്തിന്റെ കാർമേഘങ്ങൾ അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉലകത്തോട് മുഴുവനും വിളിച്ചു പറഞ്ഞത് എല്ലാ മനുഷ്യന്റെയും ജീവന് മൂല്യമുണ്ടെന്നാണ്. കറുപ്പിന്റെ വെളുപ്പിന്റെ നിറ രാഷ്ട്രീയത്തെ വേണ്ടെന്ന് വിളിച്ചു പറഞ്ഞ ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗന്ദര്യത്തിന്റെ തുല്യതയില്ലാത്ത രൂപമാണ്. ലോകത്തൊരു മനുഷ്യനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോളം സൗന്ദര്യമുള്ളയാൾ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനുമില്ല. അവിടുത്തെ സൗന്ദര്യത്തെക്കുറിച്ച് എഴുതപ്പെട്ട രചനകളോളം ലോകത്തൊരാളുടെ സൗന്ദര്യവും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിപ്പിടിച്ച് കൂടെ പിടിച്ച് കൊണ്ടു നടന്നിരുന്ന കൂട്ടുകാരന്റെ പേരാണ് ആഫ്രിക്കൻ അടിമയായിരുന്ന സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വകാര്യ സൂക്ഷിപ്പുകാരിൽ ഒരാളാണ്. സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നവരിൽ ഒരാളാണ്. എനിക്കും എൻ്റെ ബിലാലിനും ഒരു മാസം കഴിക്കാനുള്ള ഭക്ഷണം ബിലാലിൻ്റെ കക്ഷത്തൊതുങ്ങുന്ന ഒരു കൊച്ചു പൊതിയോളമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആരും ഇല്ലേ പറയാൻ? എനിക്കും എൻ്റെ ബിലാലിനും റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന സൗന്ദര്യത്തിൻ്റെ പര്യായം, സുന്ദരന്മാരായ ആയിരക്കണക്കിന് അനുയായികളുള്ള നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാനുള്ളത്, എൻ്റെ ബിലാലിൻ്റെ കക്ഷത്തൊതുങ്ങുന്ന ഒരു കൊച്ചു പൊതിയോളം ഭക്ഷണം, അതൊരു മാസത്തെ ഞങ്ങളുടെ ഭക്ഷണമാണ്. അതിൽ നിറഭേദങ്ങളോടുള്ള ഒരു സമരപ്രഖ്യാപനമുണ്ട്. മലയാളത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ പാട്ട് പാഠപുസ്തകത്തിലേക്ക് കയറി വരുന്നത് ഇവിടെയുള്ള ചില സംഹിതകളോടുള്ള സമരത്തിന്റെ ഭാഗമാണ്. അവിടെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ രത്നമായി ഉയർത്തിക്കൊണ്ടുവന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആ ചെറുപ്പക്കാരൻ വായിക്കട്ടെ. ആ ചെറുപ്പക്കാരന് വേണ്ടി മണിക്കൂറുകളോളം വന്ന് കാത്തു നിൽക്കുന്നവർ വായിക്കട്ടെ. കേവലം ഒരു പാട്ടുകൊണ്ട് തൻ്റെ നിറത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ആ ചെറുപ്പക്കാരൻ പാടുന്നതെങ്കിൽ, സൗന്ദര്യത്തിൻ്റെ പര്യായമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ സുന്ദരനായ ഒരു സ്വഹാബി ഇബ്നു സൗദാ, കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ചു. കറുമ്പി എന്ന പദത്തിന് വർത്തമാനകാലത്തെ സംഗീതത്തിൽ പ്രാധാന്യം വന്നത് ഈ ചെറുപ്പക്കാരൻ വന്നപ്പോഴാണ്.
എന്നാൽ അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മണ്ണിലേക്ക് ചവിട്ടി തേച്ച് ലോക മീമാംസയിൽ നിന്ന് മാറ്റിവെച്ചു. കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ച സുന്ദരനായ സ്വഹാബിയോട് പറഞ്ഞു, നിന്നെ അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരാ, വിവരമില്ലാത്ത കാലത്തെ ജാഹിലിയ്യത്തിന്റെ ശകലം ബാക്കിയായിട്ടുണ്ടോ നിങ്ങളിൽ? ഒരു സംസ്കൃത സമൂഹത്തിൽ ഇതുണ്ടാവാൻ പാടില്ല. സംസ്കൃത സമൂഹത്തിലെ ഒരാൾ കറുത്തവന്റെ മകനെ കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ച് ആക്ഷേപിക്കില്ല. ഇവിടെ നിറമല്ല വലുത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ ഉള്ളിലുള്ള മൂല്യമാണ് വലുത്. ആ മൂല്യങ്ങൾക്ക് വേണ്ടി കാത്തുനിന്നു. ഇസ്ലാം മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയല്ല, ഇസ്ലാം മൂല്യങ്ങൾക്ക് വേണ്ടി പ്രയോഗവൽക്കരണം നടത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇസ്ലാമിക ലോകത്തെ അറിയപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് മഹത്തുക്കളുണ്ട്. അവരുടെ എല്ലാവരുടെയും മുമ്പിൽ ഭരണാധികാരികൾ അടക്കം വന്ന് ക്യൂ നിൽക്കുകയാണ്. അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു, അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഒരു വീട്ടിലെ അടിമയായിരുന്നു. ശരീരത്ത് 4 or 5 ന്യൂനതകളുള്ള ആളായിരുന്നു. മര്യാദക്കുള്ളൊരു കുപ്പായം പോലുമില്ല, കോട്ടിയുണ്ടാക്കിയ ഒരു ചെരുപ്പേ ഉള്ളൂ. ആ പാവപ്പെട്ട അടിമയായ അതാ ഇബ്നു അബി റബാഹ് എന്ന് പറയുന്ന അറബ് വീട്ടിലെ അടിമ അറിവ് നേടി പണ്ഡിതനായപ്പോൾ അന്നത്തെ മുഴുവൻ ആളുകളും ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, ഹജ്ജ് വേളയിൽ അതാ ഇബ്നു അബി റബാഹ് അല്ലാതെ ഫത്വ കൊടുക്കാൻ പാടില്ല. ഹജ്ജ് വേളയിൽ അതാ ഇബ്നു അബി റബാഹയെ ഫത്വ കൊടുക്കാൻ പാടുള്ളൂ, വേറെ ആരും ഫത്വ കൊടുക്കരുത്. അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു ഒരു ഉന്നത കുലജാതനല്ല, ഒരു ആഫ്രിക്കൻ അടിമയാണ്. അറബ് ലോകത്തെ ഒരു വീട്ടിൽ, ഒരു അറബി ഉമ്മയുടെ വീട്ടിൽ ജോലിക്കാരനാണ്. പള്ളിയിൽ വന്ന് ഓതി പഠിച്ചു, നല്ല ആലിമായി ഉയർന്നു വന്നു, പണ്ഡിതനായി. ഭരണാധികാരി വന്ന് കവാടത്തിൽ ക്യൂ നിൽക്കുകയാണ്. ഭരണാധികാരി ആ പണ്ഡിതന്റെ അറിവിനെ ആദരിക്കുകയാണ്. ഫത്വയ്ക്ക് വേണ്ടി നീണ്ട ക്യൂ ആണ്. കീറിപ്പറിഞ്ഞ കുപ്പായവും കേടുവന്ന ചെരുപ്പമിട്ട് പാവപ്പെട്ട ഒരു മനുഷ്യൻ വന്ന് കയറുമ്പോൾ ഇത്രയേറെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഭരണാധികാരിയുടെ മക്കൾ ചോദിച്ചു, അല്ല വാപ്പാ, നിങ്ങളാണോ ഭരണാധികാരി? ആയിരിക്കണ ആളാണോ? മോനെ, അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഞാനാണെങ്കിലും മൂല്യത്തിൽ അതാണ് ഭരണാധികാരി. കാരണം അറിവ് അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ പണ്ഡിതൻ, താബിഈങ്ങളിൽപ്പെട്ട മഹാൻ, മക്കയിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന് മുഴുവനും ഫത്വ നൽകി. ലോകത്തുനിന്ന് വരുന്ന മുഴുവൻ ആളുകൾക്കും മതവിധിയുടെ ദിശ കാണിച്ചു കൊടുത്തു. അവിടെ ഒരു വർഗ വ്യത്യാസമില്ല, വർണ്ണ വ്യത്യാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ ഇസ്ലാമികമായ മൂല്യങ്ങളുടെ തലസ്ഥാനമാക്കിയ കഅബാലയത്തിന്റെ ചാരത്ത് ഒരു കാലഘട്ടത്തിൽ ഫത്വ കൊടുക്കാൻ ഏറ്റവും ശബ്ദമുള്ള പണ്ഡിതൻ ഒരടിമയായിരുന്ന നീഗ്രോ വർഗത്തിൽപ്പെട്ട, സൗന്ദര്യമില്ലാതിരുന്ന, കണ്ണിന് ചെറിയ ഒരു ഭാവവ്യത്യാസമുണ്ടായിരുന്ന, നടപ്പിൽ ചെറിയൊരു സ്റ്റെപ്പ് വ്യത്യാസമുണ്ടായിരുന്ന സയ്യിദുനാ അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെച്ച മൂല്യം. സമാനമായ ഒരു മൂല്യം അവതരിപ്പിക്കാൻ ലോകത്തൊരു സംഹിതയ്ക്കും കഴിയില്ല. അതുകൊണ്ട് പ്രത്യയശാസ്ത്രപരമായി ലോകത്തോട് സംസാരിക്കേണ്ട കാലമാണ്. ഇസ്ലാം, നമ്മൾ വിചാരിക്കും ഫലസ്തീനിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു, ഇറാനിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു, ഇറാഖിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു, സിറിയയിൽ മുസ്ലിങ്ങൾ അനാഥരായി, ലിബിയയിൽ മുസ്ലിങ്ങൾ ഭരണാധികാരി ഇല്ലായ്മ ചെയ്യപ്പെട്ടു. എല്ലായിടത്തും പ്രശ്നമാണല്ലോ, എല്ലായിടത്തും പ്രശ്നമല്ല. ഇസ്ലാം എന്ന മൂല്യമുള്ള ഒരു പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ലോകത്ത് ചില കശ്മലന്മാർ ശ്രമിക്കുന്നു. നമ്മളുടെ കയ്യിലുള്ള ആദർശത്തിന്റെ മൂല്യമാണത് എന്ന് ഇജ്ജത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോടതികളിൽ പോലും ഇസ്ലാമിക ശരിയ ചർച്ചയ്ക്ക് വരുന്നത്? വേറൊന്നുമല്ല, ഇസ്ലാമിന് എല്ലാത്തിനെ കുറിച്ചും കൃത്യമായ വീക്ഷണമുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോടതിയിൽ മുസ്ലിം സ്ത്രീകളുടെ തലാഖിനെ കുറിച്ച് മാത്രം ചർച്ച വന്നത്? ഇസ്ലാമിന് കൃത്യമായ ഒരു കർമ്മശാസ്ത്രമുള്ളത് കൊണ്ട്. എന്തുകൊണ്ടാണ് ലോകത്ത് മുഴുവനും ഇസ്ലാമിക ശിക്ഷാവിധിയെക്കുറിച്ച് ചർച്ച വരുന്നത്? ഇസ്ലാമിനൊരു ക്രിമിനോളജി ഉള്ളത് കൊണ്ട്. എന്തുകൊണ്ടാണ് ലോകത്ത് മുഴുവനും ഇസ്ലാമിക് എക്കോണമി വേണമെന്ന് പറയുന്നത്? ഇസ്ലാമിനൊരു എക്കണോമിക് സിസ്റ്റം ഉള്ളത് കൊണ്ട്.
ഇസ്ലാമിന് ഒരു അഡ്മിനിസ്ട്രേഷൻ സംവിധാനമുള്ളത് കൊണ്ട് അങ്ങനെ ഇസ്ലാം സമ്പൂർണമായ ഒരു മതമാണ്. ആ ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലയാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അള്ളാഹു കൽപ്പിക്കുന്നത് നീതിനിഷ്ഠമായ ഒരു സമൂഹഘടനയാണ്. നന്മയിലൂടെ നിങ്ങൾ വർത്തിക്കണമെന്നാണ്. അതുകൊണ്ട് മഹാനരായ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഈ മഹത്തായ മദ്ഹർ ഉണ്ടാക്കിയത് ലോകത്തെ ഏറ്റവും വലിയ മൂല്യത്തെ ലോകത്തേക്ക് ഉയർത്തി കാണിക്കാൻ. അതാണ് അൽ ഇസ്ലാം. ലോകത്തെ ഏറ്റവും മൂല്യമുള്ള നേതാവിനെ ഉയർത്തി കാണിക്കാൻ. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണ പറയും പോലെ, വിടുതി പറയും പോലെ, റഅഫത്ത് പറയും പോലെ, റഹ്മത്ത് പറയും പോലെ ലോകത്തെ മൂല്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുന്ന വേറെ ഒരു നേതാവുമില്ല. പ്രിയമുള്ളവരെ, 2-3 വർത്തമാനങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉസ്താദുമാരിനെയും സംസാരിക്കാനുണ്ട്, സ്വലാത്തും ദുആഉം ഒക്കെ നടക്കാനുണ്ട്. നമുക്ക് രക്ഷ നേടണമെങ്കിൽ ഇത്തഖുല്ലാഹ്, നമ്മൾ ഈ കെടുതിയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ, എല്ലാ വെള്ളിയാഴ്ചയും പ്രത്യേകമായ ചിട്ടയോടെ ഒരു പ്രദേശത്തുള്ള മുഴുവൻ മുസ്ലിം വിശ്വാസി പുരുഷന്മാരെയും പള്ളിയിൽ വിളിച്ചു കൂട്ടിയിട്ട് ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ നിങ്ങൾ പാലിച്ചു ജീവിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ക്ഷേമമുണ്ട്. ഇതിനപ്പുറത്ത് ധന്യമായ ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ തഖ്വയിലേക്ക് വരുന്നത്, അള്ളാഹുവിനോടുള്ള മഹബത്തിലേക്ക് വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലേക്ക് വരുന്നത്, അവിടെ നമുക്കെല്ലാവർക്കും വിജയിക്കാൻ പറ്റും. അല്ലാഹു തആല നമ്മേവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും അറിയുന്ന ഒരൊറ്റ പരാമർശം നടത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നു, നബിയേ മതസ്സാഅതു യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഖിയാമത്ത് നാളെപ്പോഴാ? നമുക്കിപ്പോൾ ഖിയാമത്ത് നാളാണ്, ഇന്ന് ഖിയാമത്ത് നാളാണെന്ന് ഞാൻ പ്രസംഗിച്ചാൽ ഈ പ്രസംഗം ഏറ്റവും വൈറലാവും. അമ്മക്കങ്ങൾ ഖിയാമത്ത് നാളായിക്കൂടാതെ വയ്യ എന്നുള്ള അവസ്ഥയിലാണ്. മഹദി ഇമാം അപ്പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞാൽ വലിയ സംഭവമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ ഒരു കറക്ഷൻ നടത്തുന്നുണ്ട്. എപ്പോഴാണ് ഖിയാമത്ത് നാളെ എന്ന് ചോദിച്ച ചോദ്യകർത്താവിനോട് ചോദിച്ചു, ഫമാദാ അഅദത്ത ലഹാ, ഖിയാമത്ത് നാൾ എന്നോ ആയിക്കോട്ടെ, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഖിയാമത്ത് നാൾ ഇന്നാവട്ടെ, നാളെ ആവട്ടെ, എന്നാവട്ടെ, ഞാൻ ആലോചിക്കേണ്ടത് അന്ന് രക്ഷപ്പെടാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട് എന്നല്ലേ. അതുകൊണ്ട് മോനെ, എന്താണ് നിന്റെ പക്കലുള്ളത്? അപ്പോൾ മഹാനരായ സ്വഹാബി പറഞ്ഞു, എൻ്റെ പക്കൽ ഒന്നുമില്ല, എൻ്റെ കയ്യിലാകെ പ്രതീക്ഷയുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബ് തങ്ങളെ അവിടത്തോടുള്ള ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുതന്നെയാണ് വേണ്ടത്, അതുതന്നെയാണ് മോനെ വേണ്ടത്. അൽ മർഉ മഅ മൻ അഹബ്ബ ഔ അൻത മഅ മൻ അഹബബ്ത. നിന്റെ കൃത്യമായ വീക്ഷണം ശരിയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് ഇഷ്ടം വെച്ച്, അകമറിഞ്ഞ് മഹബത്ത് വെച്ച് അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് ചേർന്നോ, അതുതന്നെയാണ് ഏറ്റവും വലിയ കരുതൽ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഖൽബിൽ മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറച്ചു തരണേ അല്ലാഹ്. അവസാനം അവിടുത്തെ ചിരിക്കുന്ന തിരുമുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം അല്ലാഹ്. ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ സന്നിഹിതരായും വിദൂരങ്ങളിലിരുന്ന് ലൈവായി കേട്ടുകൊണ്ടും ഈ മജ്ലിസിന്റെ ഭാഗമാകുന്നുണ്ട്. എല്ലാവർക്കും നീ എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകണം അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ വരുന്ന റബീഉൽ അവ്വൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത്തെ മീലാദ് ഉൾക്കൊള്ളുന്ന റബീഉൽ അവ്വലാണ്. ഈ വരുന്ന റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത്തെ ജന്മദിനമാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോകത്തേക്ക് കൂടുതൽ വിളിച്ചു പറയണം. അവിടുത്തെ സന്ദേശം ലോകത്ത് മുഴുവനും എത്തിക്കണം. അതിന് ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി നമ്മളെല്ലാവരും ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ട ഒരു വർഷമാണ് നമ്മളിലേക്ക് വരുന്നത്. ഹിജറ 1447 അടുത്ത ദിവസം നമ്മൾ പ്രവേശിക്കുകയാണ്. 1500ാം മീലാദ് ഉൾക്കൊള്ളുന്ന വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്ത് മുഴുവനും നമുക്ക് ആഘോഷിക്കാവുന്നിടത്തോളം ആഘോഷിക്കണം, ലോകത്ത് മുഴുവനും കൊണ്ടാടണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദക്ഷിണ കേരളത്തിൽ ഖാദിസിയയ്ക്ക് കീഴിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രമുണ്ടാക്കിയ ത്വയ്ബ സെന്റർ എന്ന മഹത്തായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാനുള്ള കേന്ദ്രമുണ്ട്. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 30, 31 തീയതികളിൽ നിരവധി രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സീറ പണ്ഡിതന്മാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്താരാഷ്ട്ര സീറ സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അതുപോലെ എല്ലാവിധ പിന്തുണയും നിങ്ങൾ നൽകണം. നിങ്ങളെല്ലാ കഴിയുന്ന ആളുകളൊക്കെ ആ ദിവസങ്ങളിൽ അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങൾ പരിപാടികൾക്കൊക്കെ വരാറുണ്ട്. നിങ്ങൾക്കതുകൊണ്ട് ചിലപ്പം അങ്ങോട്ട് വരാത്തോണ്ട് ദൂരം അറിയുണ്ടാവില്ല. ഏതായാലും നിങ്ങൾ കഴിയുന്നവരൊക്കെ അവിടത്തേക്കുള്ള പരിപാടിയിൽ എത്തിച്ചേരാൻ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിൻ്റെ മുന്നോടിയായി ഈ വരുന്ന 23-ാം തീയതി മുതൽ 63 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സു കണക്കെ 63 ദിവസം 63 ഇവന്റുകൾ അതിൻ്റെ മുന്നോടിയായി വെക്കുന്നുണ്ട്. നിദായെ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ ഖാദിസിയയിൽ വെച്ച് തുടങ്ങി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പ്രദേശങ്ങളിലായി നടത്തുന്ന വിവിധങ്ങളായ പരിപാടികളുണ്ട്. ഈ വരുന്ന 28, 29 തീയതികളിൽ UAE-യിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഡിജിറ്റൽ പ്രസന്റേഷനോടുകൂടിയുള്ള ഹിജറ എക്സ്പെഡിഷൻ ഉണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മലയാളത്തിലും ഇംഗ്ലീഷിലും 10 വാള്യം സീറ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഒരു വിജ്ഞാനകോശത്തിൻ്റെ പ്രകാശനമുണ്ട്. അങ്ങനെ നിരവധി പദ്ധതികൾ ഈ വരും ദിവസങ്ങളിലുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വളരെ വിനീതമായി അപേക്ഷിച്ച്, സമയം നീണ്ടുപോയോ എന്ന് എനിക്കറിയില്ല, ക്ഷമിക്കണം. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുപ്പാപ്പ എല്ലാ മാസവും ഖാദിസിയയിൽ സ്വലാത്തിന് നേതൃത്വം കൊടുക്കാൻ വരുമായിരുന്നു. അവിടുത്തെ വിയോഗത്തിന് ശേഷം അവിടുത്തെ പ്രിയപ്പെട്ട മകൻ എല്ലാ മാസവും അൽഹംദുലില്ലാഹ് ഖാദിസിയയിലെ സ്വലാത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഖാദിസിയയുടെ നേതൃത്വങ്ങളിൽ ഒരാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും സിഹത്തും നൽകുമാറാകട്ടെ. ഖാദിസിയയുടെ ശില്പിയും അതിൻ്റെ ആധികാരിക നേതൃത്വവുമായ ബഹുമാനപ്പെട്ട സിറാജുൽ ഉലമ ഉസ്താദ് അവർകൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രായവും ക്ഷീണവും ഒക്കെ മറന്ന് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയോടുള്ള ആത്മീയ ബന്ധം കൊണ്ട് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ആഫിയത്തും സിഹത്തും നൽകുമാറാകട്ടെ. നമ്മുടെ മശായിഖന്മാർ ഉസ്താദുമാരുടെ മുഴുവനും ദീർഘായുസ് കൊണ്ട് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.